ഇനിയൊരു ജന്മം കൂടി. രചന സുഖിൽ എം രവി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ചിറ്റ അറിഞ്ഞില്ലേ? നമ്മുടെ ചിറ്റയുടെ തുണ്ണി ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടത്രേ. കല്യാണം കഴിഞ്ഞു എന്നാ പറയണ കേട്ടെ. മായേച്ചി വന്നത് അമ്മയോട് പറയുമ്പോൾ തന്റെ മിഴികൾ എന്തിനെന്നറിയാതെ നിറഞ്ഞു വന്നു. ഹൃദയം പൊട്ടിപ്പോകുന്നതായും ശ്വാസോച്ഛ്വാസം ക്രമാതീതമായി ഉയർന്നു താഴുന്നതായും അവൾക്ക് അനുഭവപ്പെട്ടു. ഇന്നലെ വരെ തന്നെ കാണുന്നു, തന്നോട് സംസാരിക്കുന്നു, ഒരു മടുപ്പോടെ നോക്കിക്കണ്ടിരുന്ന ആളാണ്. പിന്നെ എന്തിനാണ് അയാൾ ഓർക്കുമ്പോൾ തൻ്റെ മിഴികൾ നിറയുന്നത്, ഹൃദയം തുടിക്കുന്നത്? ഒരുപക്ഷെ ആ പേരും രൂപവും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാവാം. കാലം ഇത്ര കഴിഞ്ഞിട്ടും തൻ്റെ മനസ്സിൽ ഉണ്ണിയേട്ടനോടുള്ള ഇഷ്ടം മാനം കാണാതെ പുസ്തകത്താളിൽ ഒളിപ്പിച്ചു വെച്ച മയിൽപ്പീലിത്തുണ്ട് പോലെ, പഴകുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞ് പോലെ. താൻ വളരും തോറും ഉണ്ണിയേട്ടനോടുള്ള ഇഷ്ടം തന്നിൽ വേരുറച്ചു പോയിരുന്നു. ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്തത്ര വിധത്തിൽ, ഇതുവരെ മറ്റാരോടും തോന്നാത്ത ഒരാളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഇഷ്ടം. പനിനീർ പൂവിൻ്റെ നൈർമല്യതയോടെ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ മുളപൊട്ടുന്ന പ്രണയമെന്ന മൂന്നക്ഷരം, അനുരാഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നമ്മളെ കൊണ്ടുപോയി എത്തിച്ച് സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയത്തിൻ്റെ അർത്ഥതലങ്ങളെ തൊട്ടറിഞ്ഞു മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാത്ത, വാക്കുകളാൽ നിർവചിക്കാൻ കഴിയാത്ത അതിമനോഹരമായ ഉന്മാദാത്മകമായ ഒരു പ്രത്യേകതരം ഭാവുകത്വം തന്നെയാണ് പ്രണയം എന്ന വികാരം. അത് നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്നും തിരിച്ചും ആ സ്നേഹം ക്ഷണികമാണെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് തെറ്റ്. കുഞ്ഞിലേ തൊട്ട് അമ്മയുടെ കൈയും പിടിച്ച് ഇറ്റയെടുത്ത് പോകുമ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതാണ് ഉണ്ണിയേട്ടനെ. ആരോടും അധികമൊന്നും സംസാരിക്കാത്ത, എപ്പോഴും മുഖത്ത് സ്ഥായിയായ ഗൗരവമുള്ള ആ പൊടിമീശക്കാരനെ. ആഗ്രഹിക്കാനുള്ള അർഹതയില്ലെങ്കിലും പിന്നീടെപ്പോഴും താനും ആ പൊടിമീശക്കാരനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഒരിക്കലും സ്വന്തമാവില്ലെന്നറിഞ്ഞിട്ടും തൻ്റെ മനസ്സ് ഉണ്ണിയേട്ടനെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു. ഓരോ ദിനരാത്രങ്ങളും കഴിയും തോറും തന്നിലെ പ്രണയമെന്ന വികാരം വളർന്ന് വളർന്ന് നിറയെ ശിഖരങ്ങളുള്ള ഒരാൽമരമായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരിക്കലും മനസ്സിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്ത വിധത്തിൽ, മറക്കാനാവാത്തത്ര വിധത്തിൽ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു, ആത്മാവിൽ അലിഞ്ഞു ചേർന്നിരുന്നു. തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പരുന്ത് റാഞ്ചി കൊണ്ടുപോകുമെന്ന് ഭയന്നുകൊണ്ട് തൻ്റെ ചിറകിനുള്ളിൽ പൊതിഞ്ഞു പിടിക്കും പോലെ അവൾ അവനോടുള്ള ഇഷ്ടവും പൊതിഞ്ഞു പിടിച്ചു. പറയാനുള്ള ഭയം കാരണം അവളുടെ മനസ്സിൽ അങ്ങനെ പൊതിഞ്ഞു പിടിച്ചു. ആരോടും പറയാതെ, ആരും അറിയാതെ, തൻ്റെ സ്വകാര്യ അഹങ്കാരം പോലെ അവൾ അവനെ മനസ്സിൽ കൊണ്ടു നടന്നു. ഒരു ദിവസം കോളേജ് വിട്ട് എന്നും വരാറുള്ള ചിറ്റയുടെ തറവാന്റെ കിഴക്ക് വശത്തുകൂടെയുള്ള ഇടവഴിയിൽ കൂടി വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് തനിക്ക് എതിർവശത്ത് നിന്നും ഉണ്ണിയേട്ടം വരുന്നത് കണ്ടത്. എന്നും തന്നെ കാണുമ്പോൾ പരിചിത ഭാവം പോലും നടിക്കാതെ പോവാറാണ് പതിവ്. പക്ഷേ എന്നാൽ ഇന്ന് തനിക്കായി ആ മുഖത്ത് ഹൃദ്യമായൊരു പുഞ്ചിരി കാണാൻ കഴിയുന്നുണ്ട്. പലവട്ടം ഉണ്ണിയേട്ടനോട് തൻ്റെ ഇഷ്ടം പറയാനായി ആ മുമ്പിലേക്ക് പോവാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും ആ മുഖത്തെ ഗൗരവഭാവം കാണുമ്പോൾ പേടിച്ചു പിന്തിരിഞ്ഞു വരാറാണ് പതിവ്. പക്ഷേ ഇന്ന് ആ മുഖത്ത് സ്ഥായിയായ ഗൗരവഭാവമില്ല. തികച്ചും നിലാവ് പോലെ തിളങ്ങുന്ന ആ മുഖമാണ് തനിക്ക് കാണാൻ കഴിഞ്ഞത്. എൻ്റെ കൃഷ്ണ, ഇപ്പം പറയണോ? ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ തന്നോട് ദേഷ്യപ്പെടും, ഇനി ചിലപ്പോൾ ഇഷ്ടാവില്ലേ? ചോദ്യങ്ങൾ പലകുറി അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരുന്നു. അവൻ്റെ പാദമുദ്രകൾ അവൾക്കരികിലേക്ക് നടന്നടുക്കും തോറും അവളുടെ ഹൃദയതാളവും ചടുലമായിരുന്നു. നെറ്റിയിലും കഴുത്തിലും പൊടിഞ്ഞു വരുന്ന വിയർപ്പ് തുള്ളികൾ അവൾ തൻ്റെ ഷാളിൻ്റെ തലപ്പുകൊണ്ട് ഒപ്പിയെടുത്തു. ഒരാശ്രയത്തിനെന്ന പോൽ അവൾ തൻ്റെ ബാഗിൻ്റെ വള്ളിയിൽ കൈകൾ ശക്തിയായി ചുരുട്ടിപ്പിടിച്ചു. അവൻ അവളെ നോക്കി മൃദുവായി ഒന്ന് ചിരിച്ചിട്ട് അവളെ കടന്ന് മുമ്പോട്ട് നടന്നു. 2 അടി പിന്നിടുമ്പോഴേക്കും മനസ്സിൽ സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടവൾ പുറകിൽ നിന്ന് അവനെ വിളിച്ചു. ഉണ്ണിയേട്ടാ! ആ വിളിയിലൊരു ഇടർച്ചയുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായ അവളുടെ ആ വിളിയിൽ നിരർത്ഥകമായൊരു സന്ദേഹത്തോടെ അവൻ അവളെ നിന്ന് തിരിഞ്ഞു നോക്കി. പേടിച്ചരണ്ട മാൻപേട കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന അവളോടായി അവൻ ചോദിച്ചു, എന്താ മാളവിക, എന്താ വിളിച്ചേ? ഉണ്ണിയേട്ടാ, അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ മാളവിക, എന്താ നിനക്ക് പറയാനുള്ളത്? അവളുടെ വാക്കുകളിലെ പതർച്ച അവന് മനസ്സിലായിരുന്നിട്ടും ഒരലസഭാവത്തോടെയായിരുന്നു അവൻ്റെ മറുപടി. അത് പിന്നെ ഉണ്ണിയേട്ടാ, എനിക്ക് ഉണ്ണിയേട്ടനെ ഒരുപാട് വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടവൾ അവനോട് എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്നറിയാതെ നിന്ന് ഉടറി.
ഇത്രയും നേരം തന്റെ മനസ്സിൽ സംഭരിച്ചു വെച്ച ധൈര്യമെല്ലാം എങ്ങോ പോയി ഓടി ഒളിച്ചിരിക്കുന്നു. പറയാനുള്ള ശക്തി തന്നിൽ ഇല്ലാതായിരിക്കുന്നു. അവളുടെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോൾ തന്നെ അവൾ അവനോട് എന്താണ് പറയാൻ പോകുന്നതെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതറിയാമായിരുന്നുകൊണ്ട് തന്നെ അവൻ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് കൈകൾ രണ്ടും നെഞ്ചിൽ പിണച്ചു കെട്ടി ഒരുതരം പുച്ഛഭാവത്തോടെ ചോദിച്ചു, ഇഷ്ടമാണെന്നാണോ പറയാൻ വരുന്നത്? അവൻ്റെ മുഖത്തെ അപ്പോഴത്തെ ആ ഭാവം അവൾക്ക് അപരിചിതമായിരുന്നു. അത് കാണുക അവളുടെ മിഴികളിലാകെ ഇരുട്ട് പടർന്നു. ശരീരമാകെ അവളിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. പറയാൻ വന്ന വാക്കുകൾ ഉമിനീരിനാൽ കീഴ്പോട്ടിറങ്ങി. മറുപടിയായി ഒരു മൂളൽ മാത്രം അവളിൽ നിന്നുയർന്നു. അവളുടെ ആ നിൽപ്പ് കണ്ട് അവൻ്റെ സിരകളിൽ ദേഷ്യം ഇരച്ച് കയറി. ഉടുത്തിരുന്ന മുണ്ടിൻ്റെ തലപ്പ് പിടിച്ച് മടക്കി കുത്തിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ശക്തിയില്ലാതെ കീഴ്പോട്ട് ദൃഷ്ടികൾ പായിച്ചുകൊണ്ടിരിക്കുന്ന അവളോടായി അവൻ പറഞ്ഞു, നോക്കു മാളവിക, ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും നിന്നോട് ഇഷ്ടമാണെന്ന ഭാഗത്തോടെ നോക്കിയിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? പോട്ടെ, ഒരു സുഹൃത്തായിട്ടെങ്കിലും നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടോ? പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ വേഷം കിട്ടുക? ഇനി നിനക്ക് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറും സഹതാപത്തിൻ്റെയാ. തൻ്റെ വീട്ടിലെ ആശ്രിതയോടുള്ള വെറും സഹതാപം. അതിൽ കൂടുതൽ ഒരു ഉത്തരത്തിലുമുള്ള അർത്ഥങ്ങളോ വ്യാഖ്യാനങ്ങളോ അതിനില്ല. മനസ്സിലായോ നിനക്ക്? കുറേ കാലം ഞാൻ കാണുന്നു. എന്നെ കാണുമ്പോഴുള്ള നിന്റെ നോട്ടവും ഭാവമല്ല. നിനക്കിനി എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് പറഞ്ഞാലും, ഞാനില്ലാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല മാളവിക. കാരണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് ഊഹിക്കാലോ. നീ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ മാളവിക, അർഹിക്കുന്നതേ ആഗ്രഹിക്കാവുള്ളൂ എന്ന്. ചിറ്റയുടെ തറവാട്ടിലെ കൃഷ്ണനുണ്ണി തൻ്റെ വീട്ടിലെ അടുക്കളക്കാരിയുടെ മകളെ സ്നേഹിക്കാൻ മാത്രമൊന്നും അത്തപതിച്ചിട്ടില്ല. അത്രയ്ക്ക് ദാരിദ്ര്യമൊന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് മാളവിക, നീ ഇപ്പോൾ പറഞ്ഞു ഇനി മേലിൽ ഈ കാര്യം പറഞ്ഞ എൻ്റെ മുമ്പിലേക്ക് വന്നു പോരുത്, കേട്ടല്ലോ? ഒരാജ്ഞയായിരുന്നത്. അവനത് പറഞ്ഞു കഴിഞ്ഞതും കടുപ്പിച്ച് അവളെയും നോക്കിയിട്ട് വെട്ടിത്തിരിഞ്ഞ് അവിടെ നിന്ന് നടന്നകന്നു. നിറകണ്ണുകളോടെ അവൻ തൻ്റെ കണ്ണിൽ നിന്ന് മറയുന്നവരെ നോക്കി അങ്ങനെ നിന്നു. കണ്ട നാൾ മുതൽ ഉള്ളിലൊളിപ്പിച്ച അവനോടുള്ള ഇഷ്ടം ചെറുപേടിയോടെയാണെങ്കിലും ഉണ്ണിയേട്ടനോട് പറയുമ്പോൾ മനസ്സിലൊരു കുഞ്ഞു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉണ്ണിയേട്ടനും ചിലപ്പോൾ തന്നെ ഇഷ്ടമായിരിക്കുമെന്ന്. പക്ഷേ തൻ്റെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും എല്ലാം തച്ചുടച്ചുകൊണ്ടുള്ള ഉണ്ണിയേട്ടൻ്റെ മറുപടി കേട്ട് മനസ്സിലുണ്ടായിരുന്ന അവസാനത്തെ പ്രതീക്ഷയും ഒരു ചില്ല് കൊട്ടാരം പോലെ നിലത്തേക്ക് വീണ് തകർന്നടിഞ്ഞു. വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അമ്മ തന്നെയും കാത്ത് ഉമ്മർ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അകത്തേക്ക് കയറാൻ നേരം തന്നെ നിറഞ്ഞു വന്ന മിഴികൾ അമ്മ കാണാതിരിക്കാൻ അവൾ വിഫലമായൊരു ശ്രമം നടത്തി. പക്ഷേ അത് പരാജയപ്പെട്ടതുകൊണ്ടാവാം അമ്മ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ച്, എന്തുപറ്റി അമ്മയുടെ മാളൂട്ടിക്ക്? മുഖമൊക്കെ എന്താ വല്ലാണ്ടിരിക്കണേ? കരഞ്ഞോ നീ? തന്നെ ഓർത്ത് വേവലാതിയോടെ ചോദിക്കുന്ന അമ്മയോടായി അവൾ പറഞ്ഞു, ഏയ് ഒന്നുമില്ലമ്മേ, ചെറിയൊരു തലവേദന. ഒന്ന് കിടന്നാൽ ചിലപ്പോൾ ഭേദമായിക്കോളൂ. ആ മുഖത്തേക്ക് നോക്കിയാൽ താൻ പൊട്ടിക്കരഞ്ഞു പോകുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ അമ്മക്ക് മുഖം കൊടുക്കാതെ അപ്പം തോന്നിയൊരു കള്ളവും പറഞ്ഞ് തൻ്റെ കിടപ്പുമുറിയിലേക്ക് നടന്നു. റൂമിൽ കയറി അവൾ തൻ്റെ ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു പോയി. അത്രയും നേരം തൻ്റെ മനസ്സിൽ അടക്കി വെച്ച സങ്കടമെല്ലാം കരയിലേക്ക് ആഞ്ഞടിക്കുന്ന തിരമാല കണക്കെ കണ്ണുനീരിനാൽ ചാലിട്ട് പുറത്തേക്ക് ഒഴുകി. അനന്തമായ കടൽ പോലെ ഹൃദയത്തിൽ നിന്ന് ആത്മാവിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിയേട്ടനോടുള്ള തൻ്റെ പ്രണയമെന്ന വികാരത്തെ കടിഞ്ഞാണിട്ട് നിർത്താൻ പോലും മെനക്കെടാതെ അർഹമല്ലാത്തതൊന്നിനെയും അമിതമായി സ്നേഹിച്ച് നെഞ്ചോട് ചേർക്കരുതെന്ന് 1000 തവണ ബുദ്ധി വന്ന് വിലക്കുമ്പോഴും അതിനെയെല്ലാം നിഷ്പ്രയാസം അവഗണിച്ചുകൊണ്ട് അത്രമേൽ സ്നേഹിച്ച അവനിൽ നിന്നും തൻ്റെ ഹൃദയത്തെ കീറി മുറിക്കും തരത്തിലുള്ള വാക്കുകൾ ഒരു ശരം പോലെ അവനിൽ നിന്ന് വന്ന് തറച്ചപ്പോൾ എല്ലാം ഒരു ശില പോലെ നിന്ന് കേട്ടു നിൽക്കാനേ തനിക്ക് കഴിഞ്ഞുള്ളൂ. ആർത്തലച്ച് പെയ്യുന്ന തുലാവർഷ മഴ പോലെ അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ മനസ്സിലേക്ക് കുത്തിയൊഴുകി വന്നുകൊണ്ടേയിരുന്നു. അല്ലെങ്കിലും ഉണ്ണിയേട്ടൻ പറഞ്ഞ ശരിയല്ലേ, ആ മനുഷ്യനെ ഇഷ്ടപ്പെടാൻ മാത്രം തനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അന്നന്നത്തെ വീട്ടുകാര്യങ്ങളും തൻ്റെ പഠിപ്പുമെല്ലാം ഒരല്ലില്ലാതെ നടന്നു പോകുന്ന ഉണ്ണിയേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചിറ്റയെടുത്ത അടുക്കളക്കാരിയായ തൻ്റെ അമ്മക്ക് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടും പിന്നെ ജാനിയമ്മയുടെ സഹായം കൊണ്ടൊന്നും മാത്രമാണ്. അങ്ങനെയുള്ള എന്നെ ഉണ്ണിയേട്ടൻ എങ്ങനെ ഇഷ്ടപ്പെടാനാണ്? ഇനി ഉണ്ണിയേട്ടനെങ്ങാൻ ഈ കാര്യം ജാനിയമ്മയോട് ചെന്ന് പറഞ്ഞാൽ ഞാൻ ആ മുഖത്തെ എങ്ങനെ നോക്കും? എൻ്റെ കൃഷ്ണ, സ്വന്തം മോളെ പോലെ സ്നേഹിച്ചിട്ട് അവസാനം നീ പാല് തന്ന കൈക്കെന്നെ കൊത്തിയല്ലോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തനിക്കത് സഹിക്കാൻ കഴിയില്ല. ഉണ്ണിയേട്ടന് തന്നോട് ഇഷ്ടമില്ലെങ്കിലും അവിടുത്തെ അച്ഛനും അമ്മക്കും തന്നെ വലിയ ഇഷ്ടമാണ്. അവിടുത്തെ വാര്യക്കാരിയുടെ മോളാണെങ്കിലും തന്നെ ഒരിക്കലും അവർ ആ രീതിയിൽ കണ്ടിട്ടില്ല. സ്നേഹത്തോടെ അല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല.
ആ വീട്ടിലെ ഒരു കുട്ടിയെപ്പോലെ തന്നെയും കണ്ടിട്ടുള്ളൂ. അവിവേകായോ എൻ്റെ കൃഷ്ണ. സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല, അത്രയ്ക്കൊരു ഇഷ്ടം ഉള്ളിൽ കയറിയതുകൊണ്ട്. പറയാൻ ഭയം ഉണ്ടായിരുന്നിട്ട് കൂടി ഉണ്ണിയേട്ടനോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചിറ്റയടുത്ത് കൃഷ്ണനുണ്ണിയും അവിടുത്തെ വാലിക്കാരിയുടെ മകളായ ഞാനും തമ്മിൽ രാവും പകലും പോലെയുള്ള അന്തരുണ്ടെന്ന് അറിയാമായിരുന്നിട്ട് കൂടി പിന്നെ എന്തിനായിരുന്നു ദൈവമേ എൻ്റെ മനസ്സിലേക്ക് അവനെന്ന വിഗ്രഹം നീ പ്രതിഷ്ഠിച്ച് തന്നത്? തന്നെ അത്രമേൽ മോഹിപ്പിച്ചത് എന്തിനായിരുന്നു നീ? ഞാനിങ്ങനെ അവനെ ഓർത്ത് ഇഞ്ചിഞ്ചായി മനമുരുകി കഴിയുന്ന കണ്ട് രസിക്കാനായിരുന്നു. ഓരോന്നോർക്കും തോറും അവൾക്ക് തല പൊട്ടിപ്പിളരുന്ന പോലെ തോന്നി. കണ്ണുനീർ മുഖപടത്തിൽ കൂടെ ചാലിട്ടൊഴുകിക്കൊണ്ടേയിരുന്നു. ഒരിക്കലും സ്വന്തമാവില്ലെന്നറിഞ്ഞിട്ടും ഇത്രയും കാലം തന്നെ മനസ്സിൽ നെയ്തുകൂട്ടിയ പ്രണയാർദ്രമായ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം ഒരു നിമിഷത്തെ ഉൾപ്രേരണയാൽ ഒരു പാഴ്ക്കിനാവായി ഹൃദയത്തിൽ അലിഞ്ഞു. അശ്രുഗണങ്ങളാൽ അവളുടെ നയനങ്ങളിൽ വന്ന് ഇരുൾ മൂടി. ചിന്തകളുടെ കുത്തൊഴുക്കുകളിൽ അവൾ എപ്പോഴോ തളർന്നുറങ്ങിപ്പോയിരുന്നു. അമ്മ വന്ന് വിളിക്കുമ്പോഴാണ് അവൾ എഴുന്നേൽക്കുന്നത്. രാത്രിയായിരിക്കുന്നു. പുറത്ത് മഴ തിമിർത്ത് പെയ്യുന്നുണ്ട്. കൂടെ അതിഥിയായി ഇടിയും മിന്നലും. അത്താഴം കഴിക്കാൻ അമ്മ കുറേയേറെ നിർബന്ധിച്ചുവെങ്കിലും എന്തോ പോവാൻ മനസ്സനുവദിക്കാതെ അവൾ ജനൽപ്പാളികൾക്കടുത്തേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് തുള്ളിക്കൊരു കുടം കണക്കെ ശക്തിയായി ഇറയത്തേക്ക് വീഴുന്ന മഴയെ നോക്കിക്കൊണ്ട് ഒന്നുകൂടി അവൾ പുതപ്പിനുള്ളിലേക്ക് ആപാത ചൂടൻ ചുരുണ്ടുകൂടി കിടന്നു. നിർത്താതെയുള്ള ഫോണിൻ്റെ മണിമുഴക്കം കേട്ടുകൊണ്ടാണ് അവൾ ഉറക്കമുണരുന്നത്. കട്ടിലിനോട് ചേർത്തിട്ടിരിക്കുന്ന സ്റ്റഡി ടേബിളിലേക്ക് കൈമെല്ലെ എത്തിച്ചുകൊണ്ടവൾ ഫോൺ എടുത്തു. സ്ക്രീനിൽ കാണുന്ന പേരിലേക്ക് മിഴികൾ മെല്ലെ ഊന്നിക്കൊണ്ട് ആ പേര് മനസ്സിൽ ഉരുവിട്ടു. നന്ദേട്ടൻ. ചിറ്റയെടുത്ത് മാധവമേനോന്റെയും ജാനകിയുടെയും ഇരട്ട കുട്ടികളിൽ ഒരാൾ. ഉണ്ണിയേട്ടനേക്കാളും മിനിറ്റുകൾ കൊണ്ട് മാത്രം വ്യത്യാസമുള്ള ഉണ്ണിയേട്ടൻ്റെ സഹോദരൻ. തൻ്റെ കോളേജിലെ മലയാളം അധ്യാപകനാണ് അദ്ദേഹം. ഉണ്ണിയേട്ടൻ്റെ സ്വഭാവത്തിൻ്റെ നേരെ വിപരീത സ്വഭാവം. എല്ലാവരോടും സൗമ്യമായും ചെറുചിരിയോടും പെരുമാറുന്ന അന്തേട്ടനോട് എല്ലാവർക്കും സ്നേഹവും ബഹുമാനവുമാണ്. ഏതു കാര്യവും ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും ഏതു നേരത്തും ഓടിച്ചെന്ന് പറയുമ്പോൾ തൻ്റെ കാര്യങ്ങൾ കൂടി മാറ്റിവെച്ച് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ തന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്ന, ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നന്ദേട്ടൻ. അതിലുപരി തൻ്റെ കോളേജിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അധ്യാപകനും. ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. മാളു, എവിടെയാ നീ? എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ? എത്ര നേരം ഞാൻ വിളിക്കുന്നു. എന്തുപറ്റി? തന്നെ ഇന്ന് കോളേജിലേക്ക് കണ്ടതേയില്ലല്ലോ. എന്നിങ്ങനെ നിർത്താതെയുള്ള നന്ദേട്ടൻ്റെ സംസാരം കാതോർത്തിരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ താൻ സമയം നോക്കുന്ന പോലും. 10 മണി കഴിഞ്ഞിരിക്കുന്നു. അവൾ പൊടുന്നതിനെ ചാടി എഴുന്നേറ്റിരുന്നു. മുട്ടിൽ കയ്യൂന്നി നെറ്റിയിൽ വെച്ച്. എൻ്റെ കൃഷ്ണ, ഞാൻ അറിഞ്ഞില്ലാലോ. എന്നും കാലത്ത് അമ്മ ചിറ്റയടുത്തേക്ക് പോകാൻ എഴുന്നേൽക്കുമ്പോൾ താനും കൂടെ എഴുന്നേൽക്കാറുള്ളതാണ്. ഇന്ന് തന്നെ അമ്മ വിളിച്ചതുമില്ല. ഇന്നലെ അമ്മയോട് തലവേദനയാണെന്ന് പറഞ്ഞ് വന്ന് കിടന്നല്ലേ. ചിലപ്പോൾ തന്നെ ശല്യപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചായിരിക്കും അമ്മ തന്നെ വിളിക്കാതിരുന്നു. പാവം. ഒരു വേള അവൾ മനസ്സിലോർത്തു. ഓരോന്നാലോചിച്ച് എപ്പോഴാണ് ഇന്നലെ ഉറങ്ങിപ്പോയതെന്ന് തനിക്ക് തന്നെ അറിയില്ല. മനസ്സിൻ്റെ ക്ഷീണം ശരീരത്തിനെയും ബാധിച്ചു. എന്തോ ഒരു അസ്വസ്ഥത വന്ന് പൊതിയുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഹലോ മാളു, കേൾക്കുന്നില്ലേ? മറുതലക്കിൽ നിന്നുള്ള ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ആ ഉവ്വ് നന്ദേട്ടാ. എന്തുപറ്റി? തന്നെ ഇന്ന് കോളേജിൽ കണ്ടതേയില്ല. അവൻ പിന്നെയും ആവർത്തിച്ചു. അത് പിന്നെ നന്ദേട്ടാ, ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. അവൾ ചെറു ജാളിയതയോടെ അവനോട് പറഞ്ഞൊപ്പിച്ചു. എന്ത് വയ്യതെനിക്ക്? അല്ലാതെ തന്നെ ഉറങ്ങിപ്പോകാനുള്ള യാതൊരു വഴിയില്ലല്ലോ. ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാവരെക്കാളും നേരത്തെ കോളേജ് വരുന്ന ആളല്ലേ താൻ. അവളുടെ മനസ്സ് വായിച്ചെടുത്ത പോലെയായിരുന്നു അവൻ അവളോട് ചോദിച്ചത്. എന്തോ വല്ലാത്തൊരു ക്ഷീണം പോലെ ഉറങ്ങിപ്പോയത് അറിഞ്ഞതേയില്ല. അവൾക്ക് എന്തോ കള്ളം പറയാൻ മനസ്സ് വന്നില്ല. അമ്മയില്ല അവിടെ? ഇല്ല, കാലത്ത് ചിറ്റടുത്തേക്ക് പോയതാ. കുറച്ച് കഴിയുമ്പോഴേക്കും വരും. ഞാൻ അമ്മയോട് വിളിച്ചു പറയണോ? ലക്ഷ്മി അമ്മയോട് അങ്ങോട്ട് വരാൻ. അവൻ്റെ വാക്കുകളിലെ കരുതൽ മനസ്സിലാക്കിയെന്നോണം അവൾ പറഞ്ഞു. അയ്യോ വേണ്ട നന്ദേട്ടാ, സാരല്ല, ഞാൻ ഓക്കെയാണ്. പിന്നെ അമ്മ കുറച്ച് കഴിയുമ്പോഴേക്കും വരുമല്ലോ. ഓക്കെ, എന്നാൽ ശരി മോളെ, ഞാൻ വെക്കുക. ക്ലാസ്സിൽ പോകാൻ ടൈമായി. ടേക്ക് റെസ്റ്റ്, ഓക്കെ? അവളെ കുഞ്ഞുനാൾ മുതൽ കാണുന്ന ഒരാളാണെങ്കിലും ഒരാത്മാർത്ഥ സുഹൃത്തിനെ പോലെയായിരുന്നു അവൻ അവളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. മധ്യാഹ്നം ആവുന്നതിന് മുമ്പേ തന്നെ അമ്മ വന്നിരുന്നു. കൂടെ ജാനിയമ്മയുമുണ്ട്. തന്നെ കണ്ടപാടെ അമ്മ തൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട്, മാളൂട്ടി, തലവേദന ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടോ മോളെ? ഇല്ലേ നമുക്ക് ഇപ്പം തന്നെ ആശുപത്രിയിലേക്ക് പോവാം എന്ന് പറഞ്ഞ് തൻ്റെ മേലാകെ തഴുകുന്ന അമ്മയോട് അയാൾ പറഞ്ഞു. അതിന് മാത്രമൊന്നുമില്ല അമ്മേ, ഇപ്പം നേരിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. അവൾ തൻ്റെ ഉള്ളം കൈ മെല്ലെ നെറ്റിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു. നന്ദമ്മ വിളിച്ച് നിനക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ തൊട്ട് മനസ്സിന് എന്തോ ഒരു വല്ലായിക. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ മനസ്സ് വന്നില്ല. അതാ ഞാൻ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് പോകുന്നേ. എൻ്റെ ലച്ചുകുട്ടി, ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? എനിക്കൊന്നുമില്ലാന്നേ.
ദേ നോക്കി എന്നും പറഞ്ഞവൾ അമ്മയുടെ കൈയെടുത്ത് തന്നെ നെറ്റിയോട് ചേർത്ത് വെച്ച്. എൻ്റെ പഠിപ്പൊഴിഞ്ഞൊരു ജോലിയൊക്കെ ആയിട്ട് വേറൊരിടത്തേക്ക് എനിക്ക് പോവേണ്ടി വന്ന പിന്നെ ഒരു ലച്ചുകുട്ടിക്ക് ഇങ്ങനെ എപ്പോഴും എൻ്റെ അടുത്തേക്ക് ഓടി വരാൻ പറ്റുമോ? കളിയായി പറഞ്ഞുകൊണ്ടവൾ അമ്മയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു. അതിന് ഞങ്ങൾ നിന്നെ വേറൊരിടത്തേക്ക് പറഞ്ഞുവിടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? നിന്നെ ഞങ്ങളുടെ കൺവെട്ടത്ത് തന്നെ നിർത്താനാ ഞങ്ങൾക്കും ഇഷ്ടം, അല്ലേ ലക്ഷ്മി? ജാനി അമ്മയാണ്. അമ്മയും അതേ അർത്ഥത്തിൽ അതിന് കൂട്ടുപിടിച്ച്. എൻ്റെ മോളെ എത്ര ദിവസമായി ഞാനൊന്ന് കണ്ടിട്ട്. നീ ഇപ്പം അവിടേക്കുള്ള വഴിയൊക്കെ മറന്നില്ലേ? അല്ലെങ്കിൽ എപ്പോഴും ജാനിയമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് പിന്നീന്ന് മാറാത്ത പെണ്ണ. ഇപ്പം നിനക്ക് ഞങ്ങളെയൊന്നും വേണ്ടല്ലോ. ജാനകി തൻ്റെ ചുടികളിൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ജാനകിയുടെ കൈത്തലങ്ങളെടുത്ത് തൻ്റെ കൈവെള്ളയിൽ പൊതിഞ്ഞു പിടിച്ചു. എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ടല്ലേ ജാനിയമ്മേ അവിടേക്ക് വരാൻ പറ്റാത്തേ? അല്ലാണ്ട് എൻ്റെ ജാനിയമ്മയോട് എനിക്ക് സ്നേഹമില്ലായിട്ടാണോ? എൻ്റെ ഈ ലോകം തന്നെ നിങ്ങൾ ഈ രണ്ടമ്മമാരും അല്ലേ? ആ, അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ട് കുറച്ച് കാലമായി. ജാനിയമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അമ്മയിലേക്ക് പാറി വീഴുന്ന നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാവാതെ ഇരുവരെയും മിഴിവെട്ടാതെ ഒരു സംശയഭാവത്തോടെ നോക്കിയിരിക്കുമ്പോഴും അവർ തന്നിൽ നിന്ന് എന്താണ് ഒളിക്കുന്നതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഉണ്ണിയേട്ടൻ അഥവാ ഇനിയെല്ലാം ജാനിയമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ? അതിനെ അമ്മയും അറിഞ്ഞിട്ടുണ്ടാവുമോ? ചിന്തകൾ ഒരു നിമിഷം ഉണ്ണിയേട്ടനിലേക്ക് നീണ്ടു. അതവളുടെ മുഖഭാവത്തിലും പ്രതിഫലിച്ചുകൊണ്ടായിരിക്കാം ജാനകി അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് തൻ്റെ ഒരു കൈയെടുത്ത് അവളുടെ നെറുകിൽ തലോടി പറഞ്ഞത്. മാളൂട്ടി, ഞാൻ നിന്റെ അമ്മയോട് പറയായിരുന്നേ, ഈ വായാടിയ ചിറ്റയെടുത്ത മകളായിട്ട് എൻ്റെ ഉണ്ണിയുടെ പെണ്ണായിട്ട് ഞങ്ങൾക്ക് തന്നൂടേന്ന്. നിന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടൊരു ജോലിയൊക്കെ ആയിട്ട് ലക്ഷ്മിയോട് ചോദിച്ചാൽ മതി എന്നായിരുന്നു മാധവേട്ടനും ഞാനും കരുതി. പക്ഷെ 2 ദിവസം മുമ്പ് മാധവേട്ടനും ഞാനും കൂടി നമ്മുടെ വൈദ്യമണ തിരുമേനിയെ പോയി കണ്ടിരുന്നു. കൂട്ടത്തിൽ ഉണ്ണിയുടെയും നന്ദൻ്റെയും ജാതകവും നോക്കി. ഉണ്ണിക്ക് ഈ വരണ ചിങ്ങത്തിനുള്ളിൽ മാലയോഗം നടന്നില്ലെങ്കിൽ പിന്നെ 34 വയസ്സ് കഴിഞ്ഞാലേ മംഗല്യയോഗം ഉള്ളൂന്നാ നമ്പൂരി പറഞ്ഞതേ. പിന്നെ നിന്റെ മനസ്സിൽ ഉണ്ണിയോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. ഒന്നുമില്ലെങ്കിൽ കുഞ്ഞുനാൾ മുതൽ കാണുന്നവരല്ലേ നിങ്ങൾ. പരസ്പരം ഒന്നും പറയാതെ തന്നെ എല്ലാം മനസ്സിലാക്കുന്നവരാണ് നിങ്ങളെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. മാളൂട്ടിക്ക് എതിർപ്പുകളൊന്നും ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ടൊക്കെ കൂടിയാ മോളുടെ സമ്മതം പോലും ചോദിക്കാതെ ലക്ഷ്മിയോടും കൂടെ ആലോചിച്ച് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. യാതൊരു മുഖവുരയും കൂടെ ജാനകി മാളുവിനോട് പറഞ്ഞു കഴിഞ്ഞതും ഒരുതരം നിർവികാരതയായിരുന്നു അവളിൽ. ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന എന്തോ കേട്ടതുപോലെ ഇന്നലെ ഉണ്ണിയേട്ടനോട് തൻ്റെ ഇഷ്ടം പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാക്കാണ് ജാനിയമ്മ ഇപ്പോൾ തന്നോട് പറഞ്ഞത്. പക്ഷേ ആ അമ്മയോട് ഞാനെങ്ങനെ പറയും? ഉണ്ണിയേട്ടനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ തിരിച്ച് ഉണ്ണിയേട്ടനും തന്നോട് അങ്ങനെ ഇഷ്ടമില്ലെന്ന്, തന്നെ കാണുന്നതും സംസാരിക്കുന്ന പോലെ ഉണ്ണിയേട്ടന് ഇഷ്ടമില്ലെന്ന്, തന്നെ ഇത്രമാത്രം സ്നേഹിക്കുകയും താൻ പറയാതെ തന്നെ തൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്യുന്ന തൻ്റെ ഈ അമ്മമാരെ തടഞ്ഞ തകർന്നു പോയില്ലേ? വേണ്ട, അവരറിയണ്ട. ഞാൻ കാരണം അവരുടെ സന്തോഷം തല്ലിക്കെടുത്തേണ്ട. വിധി എന്ന 2 അക്ഷരമുണ്ട്. ഇനിയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയുമെന്ന തെല്ലൊരു പ്രത്യാശയോട് അവൾ ജാനകിയുടെ ചുമലിലേക്ക് തലചായ്ച്ചു. വാത്സല്യത്തോടെ അമ്മമാർ അവിടെ മുടിയിഴകളിൽ തലോടി. ഗോവണിപ്പടികളിറങ്ങി ഹാളിലേക്ക് നടക്കാൻ തുനിയുമ്പോഴായിരുന്നു അചിന്തിതമായി അമ്മയുടെയും അച്ഛൻ്റെയും സംസാരം ഹാളിൽ നിന്നൊരു കൂരമ്പ് പോലെ തൻ്റെ കർണപടത്തിലേക്ക് തുളച്ചു കയറിയത്. കേട്ടപാതി വർദ്ധിച്ച കോപത്തോടെ ഉണ്ണി അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് കയർത്തു. അമ്മേ, അമ്മ ആരോട് ചോദിച്ചിട്ടാ എന്റെ കല്യാണം അളവിയായിട്ട്? ഉണ്ണിയുടെ പൊടുന്നനെയുള്ള ദേഷ്യം കണ്ടപ്പോൾ മാധവനിലും ജാനകിയിലും ഒരു നിരാശ നിഴലിച്ചു. എന്താ ഉണ്ണി, നിനക്ക് ഈ വിവാഹത്തിന് സമ്മതല്ലേ? അല്ല, അമ്മ എന്നോട് ചോദിക്കാൻ അവളോടൊപ്പം എന്റെ വിവാഹം തീരുമാനിച്ച് ഒട്ടും ശരിയായില്ല. നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ നിന്നെ ഇത്രയും വരെ നോക്കി വളർത്തിയത്? നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് കരുതിയിട്ടാ ഞാൻ പോയി അവർക്ക് വാക്ക് കൊടുത്ത്. അതുപോലെ ആണോ അമ്മ ഇത്? എന്റെ വിവാഹക്കാർ എന്നോട് ചോദിക്കാതെയാണ് തീരുമാനിക്കുന്നത്? എനിക്ക് എന്റേതായുള്ള ഇഷ്ടങ്ങളില്ലേ, തീരുമാനങ്ങളില്ലേ? അമ്മ എന്റെ സമ്മതം പോലും ചോദിക്കാതെ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ കേട്ട അമ്മ വേറെ ആരെങ്കിലും നോക്കി വെക്കുന്നതായിരിക്കും നല്ലത്. എന്നെ നോക്കണ്ട. ഈർഷ്യയോട് അമ്മയോട് പറഞ്ഞ് പുറത്തേക്ക് നടക്കുന്ന ഉണ്ണിയോടായി ജാനകി വിളിച്ചു പറഞ്ഞു. നിന്നെയൊക്കെ ഇതുവരെ വളർത്തി വലുതാക്കാൻ എനിക്കറിയാമെങ്കിലേ നിന്നെ ആരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് എനിക്കറിയാം, കേട്ടോടാ. അവൻ അമ്മ പറഞ്ഞ വാക്കുകൾക്കൊന്നും ചെവി കൊടുക്കാതെ പോർച്ചിലിരുന്ന തന്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് ഇരമ്പിക്കൊണ്ട് വണ്ടി നേരത്തെ ഗേറ്റ് കടന്ന് തന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കുതിച്ചു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒരു ശരത്കാലം പോലെ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. ഓരോ ദിവസം കഴിയും തോറും ഞാനാവുന്നതും ഉണ്ണിയേട്ടനെ മറക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതൊരു മിഥ്യാധാരണയാണ് തനിക്കെന്ന് അധികം വൈകാതെയാണെങ്കിലും ഞാൻ തിരിച്ചറിഞ്ഞു. താൻ എത്രയേറെ ഉണ്ണിയേട്ടനെ മറക്കാനും കാണാതിരിക്കാനും തൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നാലും അതിനെല്ലാം അപ്പുറം പൂർവാധികം ശക്തിയോടെ അവൻ തന്നിൽ ഉദിച്ചു വരും. കുങ്കുമം ചാലിച്ച ഒരു സായം സന്ധ്യയെപ്പോലെ. കലാലയ ജീവിതത്തിൻ്റെ ഏടുകൾ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഓർത്തെടുക്കാൻ കഴിയുന്ന കുറേയേറെ നല്ല ഓർമ്മകളും
അപരിചിതരിൽ നിന്ന് പതിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന കുറേയേറെ നല്ല സുഹൃത്തുക്കളെയും സമ്മാനിച്ച ഈ വസന്തകാലം കൊഴിഞ്ഞ് തീരാറായെന്ന് ഓർക്കുമ്പോൾ മനസ്സിനെന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത വന്ന് നിറഞ്ഞു. ചിന്താമഗ്നിയായി കോളേജ് ഗ്രൗണ്ടിൽ അപ്പൂപ്പമാവിൻ്റെ തെട്ടിലിരിക്കുകയായിരുന്നു അവൾ. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ കണ്ടെത്തിയ ഭാവുകത്തോടെ ഗായത്രി ടീച്ചർ അവിടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ മാളവികയോട് ഒറ്റയ്ക്കിരിക്കണേ? ഞാൻ ഇയാളെ നോക്കി നടക്കുകയായിരുന്നു. ഇന്നാണ് പ്രോഗ്രാമിന് പങ്കെടുക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. കഴിഞ്ഞ 2 തവണയും തൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നല്ലേ? തൻ്റെ പേര് പ്രോഗ്രാം ലിസ്റ്റിൽ കാണാണ്ടായപ്പോൾ തിരക്കിറങ്ങിയതാണ് ഞാൻ. എന്തു പറ്റി തനിക്ക്? ആകെ ഗ്ലൂമി ആയിട്ടിരിക്കണേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല മിസ്സേ, ക്ലാസ്സൊക്കെ കഴിയാറായില്ലേ. പിന്നെ ഈ കോളേജും സുഹൃത്തുക്കളെയും മിസ്സിനെയൊക്കെ വിട്ടുപിരിഞ്ഞ് പോകണമെന്ന് ഓർക്കുമ്പോൾ എന്തോ മനസ്സിനൊരു വല്ലായിക. മാളവിക, മാറ്റം ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. അത് നമുക്ക് ഒഴിച്ചുകൂട്ടാൻ കഴിയാത്തൊരു അനുഭവമാണ്. അത് അതിൻ്റെതായ സമയത്ത് തന്നെ സംഭവിച്ചിരിക്കും. ഇപ്പം നീ കുറച്ച് വിഷമിച്ചാലും നാളെ ഇതോർത്ത് സന്തോഷിക്കാൻ കുറേയേറെ നല്ല ഓർമ്മകളുമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടുന്ന് പടിയിറങ്ങുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഈ സങ്കടമെല്ലാം വെറും നൈമിഷിക. അതുകൊണ്ട് ഇതോർത്ത് വിഷമിച്ചിരിക്കാതെ താൻ പോയി വേഗം പേരെടുത്തേ. മിസ് സ്നേഹത്തോടെ പറഞ്ഞിട്ട് അവിടെ തോളിൽ തട്ടി. അത് മിസ് എനിക്ക്... മാളവിക, മുടക്കൊന്നും പറയണ്ട, വേഗം ചെന്ന് പേരെടുക്കാൻ നോക്കിയേ. ഇല്ലേ താൻ ഇവിടുന്ന് പോകാമെന്നൊന്നും ഞാൻ നോക്കില്ല. നല്ല തല്ല് കിട്ടേൻ്റെ കേട്ടല്ലോ. ഗായത്രി മിസ് ചെറുചിരിയോടെ പറഞ്ഞു. ശരി മിസ്സേ. എന്താ തല്ല് വേണമെന്നാണോ? മിസ് കളിയോടെ ചോദിച്ചു. അല്ല, ഞാനിപ്പോൾ തന്നെ പോയി പേരെടുത്തോളാം. മിടുക്കി. ടീച്ചർ അവളെ നിന്ന് ചേർത്ത് പിടിച്ചു. പിന്നെ അല്പനേരത്തിന് ശേഷം അവിടുന്ന് നടന്നകന്നു. പൂക്കൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും വർണ്ണശബളമായി അലങ്കരിച്ച കോളേജ് പരിസരം. സ്റ്റേജിൽ പരിപാടികൾ നടക്കുന്നുണ്ട്. ക്ഷണിക്കപ്പെട്ട് എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികളും അധ്യാപകരും വിദ്യാർത്ഥിനികളും സ്റ്റേജിലേക്ക് മിഴികളൂന്നി പരിപാടികൾ ആസ്വദിച്ചിരിപ്പാണ്. അല്പനേരത്തിന് ശേഷം മൈക്കിൽ നിന്ന് അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാനായി അനൗൺസ്മെന്റ് ഉയർന്നു വന്നു. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് മാളവിക വാസുദേവൻ, ഫൈനൽ ഇയർ MA മലയാളം. സ്റ്റേജിന്റെ പുറകിലായി മടിച്ചു നിരുന്ന മാളവികയെ കൂട്ടുകാരി അശ്വതി ഉന്തിത്തള്ളി സ്റ്റേജിലേക്ക് കയറ്റിവിട്ടു. ചെറിയൊരു പരിഭ്രമം തോന്നിയെങ്കിലും തന്നിൽ തന്നെ മിഴിയൂന്നി നിൽക്കുന്നവരെ നോക്കി മൃദുവായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ പാടിത്തുടങ്ങി. സംഗീത സാന്ദ്രമായ ആ ഓഡിറ്റോറിയത്തിനുള്ളിൽ പ്രണയം തുളുമ്പുന്ന മിഴികളോടെ അവൻ അവളുടെ പാട്ടിൻ്റെ ഈരടികൾ ഒരു കുളിർത്തന്നലായി ആസ്വദിച്ചുകൊണ്ടും അവളോടൊപ്പമുള്ള പ്രണയാർദ്രമായ നിമിഷങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടും കോളേജ് ഓഡിറ്റോറിയത്തിൻ്റെ തൂണിനോട് ചാരി നിൽക്കുകയായിരുന്നു. പൊടുന്നതിനെ ചുറ്റുമുള്ളവരിൽ നിന്ന് ഉയർന്നു വരുന്ന ഹർഷാരവങ്ങൾ കേട്ടുകൊണ്ടാണ് അവൻ തൻ്റെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഒരു നിമിഷാർത്ഥം അവൻ്റെ നയനങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്ന മാളവികയുടെ നേർക്ക് നീണ്ടുപോയെങ്കിലും പിന്നീടെന്തോ ഓർത്ത പോലെ അവൻ അവൾക്ക് മുഖം കൊടുക്കാതെ അവിടെ നിന്നും ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് നടന്നകന്നു. ഓഡിറ്റോറിയത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോഴും അവൻ്റെ മനസ്സ് നിറയെ അവിടെ ആ നിഷ്കളങ്കമായ മുഖമായിരുന്നു. മനസ്സിൽ അവളോടുള്ള പ്രണയം പൂവിട്ട നാൾ മുതൽ ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ പോലും അശുദ്ധപ്പെടുത്താത്ത തന്നിലെ ഏകപക്ഷീയമായ പ്രണയം എന്ന വികാരം അത് മനസ്സിലിട്ട് കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പ്രണയം അത് തുറന്നു പറയാനുള്ള പേടിയുണ്ടോ? മനസ്സിൽ നെയ്ത് കൂട്ടി അവളോടുള്ള മനോഹരമായ സ്വപ്നങ്ങൾക്ക് ഭംഗം സംഭവിക്കുമോ എന്ന ഭീതി കൊണ്ടോ അല്ല, മറിച്ച് അതിനെല്ലാം അപ്പുറം അവളോടുള്ള അടങ്ങാത്ത ആത്മാർത്ഥമായ സ്നേഹക്കൂടുതലൊന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം തന്നിലെ പ്രണയത്തേക്കാൾ കൂടുതൽ ഞാൻ അവളെ മനസ്സിലാക്കുന്നു, അറിയുന്നു. ഞാൻ അവളിലെ ഇഷ്ടത്തെ, താല്പര്യത്തെ, മോഹങ്ങളെ പരസ്പര ഇഷ്ടത്തോടെ ഇരു മനസ്സുകൾ ഒന്നു ചേരുമ്പോഴേ അത് പൂത്തുലഞ്ഞൊരു വാഗമരം പോലെ നിറപ്പകിട്ടായി മാറുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് വെറുമൊരു ശൂന്യമായ കടലാസ തുണ്ടുപോലെ ആയിരിക്കും. ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇഷ്ടപ്പെടേണ്ട ആളിൽ നിന്നും അവരർഹിക്കുന്ന തരത്തിലുള്ള നീതി ലഭിക്കാതെ വരും. പിന്നീട് അങ്ങോട്ട് ആ പ്രണയബന്ധം ഒരർത്ഥവുമില്ലാത്ത, പരസ്പര സ്നേഹമോ കരുതലോ പങ്കാളിയോട് തോന്നാത്ത, അവരുടെ ചിന്തകളിൽ പോലും അസ്വസ്ഥത നിറക്കുന്ന വെറുമൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമായിരിക്കും ആ ജീവിതം. അങ്ങനെയുള്ളൊരു ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും. പരസ്പര വിശ്വാസത്തോടെയും കരുതലോടെയും കലർപ്പില്ലാത്ത സ്നേഹത്തോടെയും ഈശ്വരൻ അനുവദിച്ചിരുന്ന ഒരായുഷ്കാലം മുഴുവൻ അവളില്ലെങ്കിൽ താനും, താനില്ലെങ്കിൽ അവളുമില്ലെന്ന യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട്
പട്ടടയെ പുൽകം വരെ ഉപാധികളേതും കൂടാതെ അഗാധമായി എല്ലാ അർത്ഥത്തിലും അവളെ പ്രണയിക്കണം. പക്ഷെ അങ്ങനെയൊരു പ്രണയം ഈ ജന്മത്തിൽ ഉണ്ടാവുമോ എന്നറിയില്ല. എങ്കിലും ഞാൻ അവൾക്കായി കാത്തിരിക്കും. അതിപ്പോൾ എൻ്റെ മരണം വരെ ആയാൽ പോലും. ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ, അത് നമ്മൾക്ക് വിധിക്കപ്പെട്ടതാണെങ്കിൽ, എന്തു തന്നെ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നാലും കാലം ഒരു നാൾ അത് നമ്മൾ പോലും നനച്ചിരിക്കാത്ത നേരത്ത് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും. അതെ, എനിക്കും അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. ഇനിയൊരു പക്ഷേ അങ്ങനെയൊരു നിമിഷം ഈ മനുഷ്യായുസിൽ നടന്നില്ലെങ്കിൽ പോലും. ഇപ്പോൾ അവളുടെ മനസ്സ് തന്നിൽ നിന്ന് എത്രയോ മടങ്ങ് അകലെയാണെന്നറിയാം. തനിക്ക് എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത എത്രയോ അകലെ. എങ്കിലും ഞാൻ അവൾക്കായി അവിടെ ഒരു വിളിപ്പാടകളെ ഉണ്ടാവും. ഇനി മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ആ കാലം നിടറിയാൽ, ആ മനസ്സൊന്ന് പതറിയാൽ, ഒരു കൈത്താങ്ങായി ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടാവുമെന്നും. കോളേജ് പാർക്കിംഗ് ലോഞ്ചിൽ അവൻ്റെ കാറിൽ ചാരിക്കിടന്നുകൊണ്ട് അവളെ പറ്റിയുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൻ. പെട്ടെന്നാണ് അവൻ്റെ ചിന്തകളെപ്പോലും കൂച്ചു വിലങ്ങിട്ട് നിർത്തും തരത്തിൽ വിൻഡോ ഗ്ലാസിൽ 2 മുട്ട് കേട്ടത്. തൻ്റെ ചിന്തകൾക്ക് മീത് അലോസരമായ ആ ശബ്ദത്തിൻ്റെ ഉടമ ആരാണെന്നറിയാൻ അവൻ തൻ്റെ മിഴികൾ മേലെ ചിമ്മി തുറന്നുകൊണ്ട് കൂളിംഗ് പതിച്ച വിൻഡോ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കി. മനസ്സിലുള്ള ദേവി തൻ്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ അവൾ, തൻ്റെ മാളു, തന്നെയും പ്രതീക്ഷിച്ച് പുറത്ത് കാത്തു നിൽക്കുന്നു. അവളെ കണ്ട മാത്രയിൽ ഒരു കടൽ പോലെ പ്രക്ഷുബ്ധമായി അലടിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ മനസ്സ് വളരെ നേരത്തെ ശാന്തതയിലേക്ക് വന്നതുപോലെ അവന് തോന്നി. എന്താ മാളു, തനിച്ച് വീട്ടിലേക്ക് പോകണോ? അവൾ അവനോട് എന്താണോ പറയാൻ വന്നതെന്ന് പോലും ചോദിക്കാൻ അവൾക്ക് ഇട നൽകാതെ കാറിൽ നിന്നിറങ്ങിയ പാടെ അവൻ അവളോട് ചോദിച്ചു. ചെറുമടിയോടെയാണെങ്കിലും അവൾ അവനോട് കാര്യം പറഞ്ഞു. അതെന്തേട്ടാ, വീട്ടിലേക്ക് പോയി ഇറങ്ങിയതാ ഞങ്ങൾ. അപ്പോഴാ അച്ഛൻ്റെ കാലൊന്ന് ഉളുക്കി. അവൾ കരഞ്ഞോട് ക്ലാസ്സിലിരിപ്പുണ്ട്. ഞാൻ അവളൊരു കണക്കിന് സമാധാനിപ്പിച്ച് ഒരു ഓട്ടോയും വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. അപ്പോഴാണ് നന്ദേൻ്റെ കാർ ഇവിടെ കിടക്കുന്നുണ്ട്. അടുത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അതിൽ ആളുടെ പോലെ തോന്നി. അതാ ഞാൻ. പകുതിയിൽ നിർത്തി അവൾ പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഇത് പറയാനാണോ ഇത്ര മടിച്ചെന്നതാൻ? തൽക്കാലം ഓട്ടോന്ന് വിളിക്കണ്ട, 2 ഞാൻ തന്നെ കൊണ്ടുവിട്ടോളാം. താമായോ? അതും പറഞ്ഞ് ഞാൻ അവരുടെ ക്ലാസ് ലക്ഷ്യമാക്കി മുമ്പേ നടന്നു. അവൾ അവന് പുറകെ അനുഗമിച്ച്. ക്ലാസ്സിലേക്ക് അവർ വരുമ്പോൾ കാണുന്നു ഡെസ്കിലേക്ക് തലയാഴ്ച തേങ്ങിക്കരയുന്ന അശ്വതിയാണ്. അച്ചു, ഡി എഴുന്നേൽക്ക്. മാളവിക അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ ചുമലിൽ പതിയെ തട്ടിക്കൊണ്ട് വിളിച്ചു. അശ്വതി ഡെസ്കിൽ നിന്നും തല ഉയർത്തി അവരിരുവരുടെയും മുഖത്തേക്കും തന്റെ നീരുവന്ന കാലിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടേയിരുന്നു. അവിടെ ആ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ നന്ദൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ തന്റെ കൈകളിലേക്ക് കോരിയെടുത്ത് കാറിനടുത്തേക്ക് നടന്നു. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി നന്ദൻ അവരോട് എന്താ സംഭവിച്ചെന്ന കാര്യം തിരക്കി. അത് കേട്ടപ്പോൾ രണ്ടാളും പരസ്പരം കണ്ണുകൾ കൊണ്ട് പറയിൽ നിന്ന് ധ്വനിയിൽ ഗോഷ്ഠികൾ കാണിക്കുന്നുണ്ട്. സെൻട്രൽ മിററിലൂടെ നന്ദൻ ശ്രദ്ധിച്ചിരുന്നു. അത് മനസ്സിലാക്കിയവൻ തൻ്റെ ഉള്ളിലെ സംശയം മറച്ചു വെക്കാതെ അവരിരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ രണ്ടാളും കൂടി ഒരു ചുറ്റിക്കളി? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ടല്ലോ. അത് സാർ ഒന്നുമില്ലാന്നേ, ഞങ്ങളില്ലേ നമ്മുടെ ആ ക്ലാസ്സിനോട് ചേർന്നുള്ള ആ സ്റ്റെപ്പില്ലേ അതിലിറങ്ങി വരെയായിരുന്നു. പെട്ടെന്ന് ചെരുപ്പൊന്ന് സ്ലിപ്പായി ബാലൻസ് പോയി, അങ്ങനെ പറ്റിയതാ. അച്ചുവിൻ്റെ ആ നിഷ്കളങ്കമാർന്ന പറച്ചിലും ഇത്രയും പെട്ടെന്നൊരു നുണക്കഥ മെനഞ്ഞെടുക്കാനുള്ള കഴിവിനെ ഓർത്തുകൊണ്ട് മാളവിക അവിശ്വസനീയതയോടെ അശ്വതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്താടി കുരിപ്പിങ്ങനെ നോക്കുന്നേ എന്ന ഭാവത്തിൽ അശ്വതി അവളെ നോക്കി പുരികം ചുളിച്ചു. ഉള്ളിൽ പൊട്ടി വന്ന ചിരി നന്ദൻ കാണാതിരിക്കാൻ അവൾ തൻ്റെ അധരങ്ങൾ ഇടം കൈയാൽ മറച്ചുകൊണ്ട് അതിനു മറുപടിയായി ഒന്നുമില്ലേ എന്ന ഭാവത്തിൽ അവളോട് ചുമലുകൂച്ചി കാണിച്ചു. രണ്ടാളുടെയും പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നിയ നന്ദൻ വണ്ടി കുറച്ചെന്ന് റോഡിനോട് ഓരം ചേർന്ന് നിർത്തിയിട്ടു. തിരിഞ്ഞവർ ഇരുവരെയും സംശയദൃഷ്ടിയോടെ നോക്കി. സർ, എന്താ വണ്ടി നിർത്തിയേ? അശ്വതി അവൻ്റെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടെന്ന് പരിങ്ങി. അല്ല, കുറച്ചു നേരമായിട്ട് നിങ്ങളുടെ കോപ്രായങ്ങളെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണേ. നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന പോലെ. അപ്പോൾ പിന്നെ അതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട എൻ്റെ കടമയില്ലേ? എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഹോസ്പിറ്റലിലേക്ക് പോകണോ അതോ വീട്ടിലേക്ക് പോകണോ എന്ന്. നന്ദൻ പറഞ്ഞു നിർത്തി. അയ്യോ സാർ, സാറിന് വെറുതെ തോന്നുന്നതാ, ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാ അല്ലേടി മാളു? അശ്വതി അവരെ വിശ്വസിപ്പിക്കാനായി വെളുക്കിനെയും ചിരിച്ചു കാണിച്ച്. എന്നിട്ട് നന്ദൻ കാണാതെ മാളവിയുടെ കൈക്കിട്ടൊന്ന് തോണ്ടിയിട്ട് കണ്ണുകൾ കൊണ്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തടി എന്നൊരു അപേക്ഷയും ഉണ്ടായിരുന്നു അതിൽ. ആ അതേ നന്ദേട്ടാ, ഞങ്ങൾ പറഞ്ഞൊക്കെ സത്യ, അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ സംശയിക്കല്ലേ പ്ലീസ്. കുഞ്ഞുകുട്ടികളെ പോലെ കൊഞ്ചിക്കൊണ്ട് പറയുന്ന മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നന്ദൻ്റെ ഉള്ളിൽ ചിരി പൊട്ടി. പക്ഷേ അത് പുറത്തെ പ്രകടമാക്കാതെ അവരോട് പറഞ്ഞു, സംശയിക്കാനുള്ള വകകളാണല്ലോ നീയൊക്കെ കാണിച്ചു കൂട്ടുന്നു, പിന്നെ എങ്ങനെയാ ഞാൻ നിങ്ങളെ സംശയിക്കാണ്ടിരിക്കുക? പോലീസിന് മുന്നിൽ അകപ്പെട്ട പ്രതികളെപ്പോലെ അവരിരുവരും അവൻ്റെ മുമ്പിൽ ഇനി എന്തു പറഞ്ഞ് തടി തപ്പുമെന്ന് ആലോചിച്ച് തലയും കുമ്പിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ശരി, ഞാനിനിയൊന്നും ചോദിക്കുന്നില്ല. പറയില്ലാന്ന് തീരുമാനിച്ചുറപ്പിച്ച നിങ്ങളോട് ഞാനിനി എന്തൊക്കെ ചോദിച്ചാൽ ആ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിട്ട് അവശേഷിക്കത്തേയുള്ളൂ.
അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കേണ്ടവർ തന്നെ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം മണിമണിയായി പറയും. അതാരായിരിക്കും അങ്ങനെ ഒരാള് എന്നവർ ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ വന്നിരുന്നു അതിനുള്ള ഉത്തരം. ഞാൻ പപ്പേട്ടനെന്ന് വിളിക്കട്ടെ, മോളുടെ കോളേജിലെ വിശേഷങ്ങൾ പുള്ളിയും കൂടെ അറിഞ്ഞിരിക്കും നല്ലതല്ലേ എന്നും പറഞ്ഞാൽ ഫോൺ എടുത്ത് ഡയൽ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അശ്വതി പെട്ടെന്നുണ്ടായ എന്തോ ഒരു ഉൾപ്രേരണയും നന്ദന്റെ കയ്യിലിരിക്കുന്ന ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് അവളുടെ കൈക്കുള്ളിലാക്കി. എൻ്റെ പൊന്നു സാറേ, ചതിക്കല്ലേ, അച്ഛൻ അറിഞ്ഞെന്നെ കൊല്ലും. പണ്ടത്തെ പോലീസുകാരന് അടി തുടങ്ങിയാൽ പിന്നെ സ്വന്തം മോളാന്ന് പോലും ഓർക്കാതെ ഒരു മയമില്ലാതെ തല്ലിക്കളയും. അവളുടെ അച്ഛനറിഞ്ഞാൽ സംഭവിക്കാവുന്ന പരിണിത ഫലവും മുമ്പ് കിട്ടിയ അടിയുടെ ചൂടും മനസ്സിലോർത്തു. എനിക്ക് നിങ്ങളുടെ പരിങ്ങിലും വാക്കുകളുടെ പതർച്ചയും കണ്ടപ്പോഴേ തോന്നി രണ്ടും കൂടെ എന്തോ തല്ലുകൊടുത്തരം ഒപ്പിച്ചുള്ള ഇരിപ്പാണെന്ന്. പിന്നെ നല്ല രീതിയിൽ ചോദിച്ചാൽ നിങ്ങളൊന്നും അതിനുള്ള മറുപടി പറയില്ലെന്നറിയാം, പ്രത്യേകിച്ച് താൻ. അതുകൊണ്ടാ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിച്ച്. അശ്വതിയെ നോക്കിയാണ് നന്ദൻ അത് പറഞ്ഞത്. പക്ഷേ നന്ദൻ പറഞ്ഞെന്ന് അവൾ കേട്ടില്ലാന്ന് തോന്നുന്നു. എന്തോ ഓർത്തുകൊണ്ട് ഒരു പ്രതികരണമില്ലാതെ കിളി പോയിരിക്കുന്ന അശ്വതിയെ മാളവിക കുലുക്കി വിളിച്ചു. ഡി അച്ചു, നീ ഇത് ഏതു ലോകത്താ? എന്താ? അതൊന്നും ഞാനൊരു നിമിഷം SI വീരപ്പൻ കുറിപ്പിനൊന്ന് ഓർത്തു പോയതാ. അശ്വതി ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. അതാരാ? നന്ദുവും മാളും ഒരുപോലെ ആയിരുന്നു അത് ചോദിച്ചത്. എൻ്റെ തന്തപ്പിടി, അല്ലാണ്ടാരാ? ഒരു കൂസലുമില്ലാതെ പറയുന്ന അശ്വതി ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് നന്ദൻ സീറ്റിലേക്ക് ചാരിയിരുന്നു. എൻ്റെ ബലമായ സംശയം ഇവളുടെ കാലാരോ തല്ലി ഒടിച്ചതാവുന്ന അത്രക്കുണ്ടല്ലോ കയ്യിലിരിപ്പ്. എൻ്റെ നന്ദേട്ടാ, തല്ലി ഒടിക്കേണ്ടതായിരുന്നു. പക്ഷെ എൻ്റെ ഇവിടെ എന്തോ ഭാഗ്യം കൊണ്ട് അതുണ്ടായില്ല. എന്താണോ പറയേണ്ടതെന്ന് വിചാരിച്ച് ഉറപ്പിച്ച് അത് മാളവിയുടെ വായിൽ നിന്ന് തന്നെ പുറത്തേക്ക് വീണു. പിന്നെയാണ് അവൾക്ക് താനെന്താണ് പറഞ്ഞെന്ന ബോധ്യം വന്ന്. അച്ചുവിനെ ഒന്ന് പാളി നോക്കിയപ്പോൾ അവളുണ്ട് തന്നെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കണം. അത് പിന്നെ ഞങ്ങള് വാക്കുകൾക്കായി തപ്പി തടഞ്ഞുകൊണ്ട് അവൾ കൈവിരലുകൾ കോർത്ത് വലിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ ബാക്കി കൂടി പറയുന്നേ. അത് പറഞ്ഞ നന്ദേട്ട് ഞങ്ങൾ വഴക്ക് പറയരുത് ഏറ്റവും. മാളവിക ഒരു മുൻകൂർ ജാമ്യം എന്നവരെ ആനന്ദനോട് പറഞ്ഞു. ഏറ്റുന്നേ, താൻ പറ. വളരെ സൗമ്യമായിരുന്നു അവൻ്റെ മറുപടി. നന്ദേട്ട, അതില്ലേ നമ്മുടെ കോളേജ് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള ആ പറമ്പ്, അവിടെ ഗ്രൗണ്ടിലേക്ക് ചാഞ്ഞിക്കണ ആ മാവിൽ എത്ര മാങ്ങിയെന്നറിയോ? അത് നല്ല പഴുത്ത് കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. ഞാനത് അച്ഛനോട് പറയുകയും ചെയ്തു. പക്ഷെ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പൊട്ടിച്ചേരാൻ പറഞ്ഞു. ഇവിടെ ആ മാവിലേക്ക് പൊത്തിപ്പിടിച്ച് കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മാങ്ങിയും പൊട്ടിച്ച് വിജയശ്രീലാളിതയായി നിൽക്കുന്ന അച്ചുവിനോടായി മാളവിക വിളിച്ചു പറഞ്ഞു. എൻ്റെ അച്ചു, നീ ഒന്ന് ഇറങ്ങി മതി, വലിയൊരു കണ്ടുവന്നാ പിന്നെ അത് മതി, മാനം പോവും. മാളവിക നാലുപാടൊന്ന് വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മാളു, ഈ ഒരു ചെറിയ കാര്യത്തിന് കൂടി നീ ഇങ്ങനെ പേടിച്ചാലോ? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ എന്തിനും പോന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെയുള്ളപ്പോൾ പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? അശ്വതി വളരെയധികം അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് ഒരു പഴുത്ത മാൻ കയ്യെത്തി പൊട്ടിച്ചുകൊണ്ട് താഴേക്ക് ഇട്ടു. അതാണ് എൻ്റെ ആദ്യം, കളിയായി പറഞ്ഞുകൊണ്ട് മാളവിക അവൾ നിലത്തേക്കിട്ട മാങ്ങിയെടുത്ത് തൻ്റെ കയ്യിലുള്ളൊരു കവറിലേക്ക് വെച്ചു. എന്താ അവിടെ ഒരു വളിച്ച തമാശ? വളിച്ചതാണോ പൊളിച്ചതാണോ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. തൽക്കാലം തമ്പുരാട്ടി അവിടെ നിന്ന് കിന്നരിക്കാവുന്ന താഴേക്ക് ഇറങ്ങുമോ? ഡീ മാങ്ങാക്കളി, ഏതാടി എന്റെ മാവില്? പരിചയമില്ലാത്തൊരു സ്വരം അവരുടെ കാതുകളിലേക്ക് വന്ന് പതിച്ച ദിശയിലേക്ക് അവർ ഇരുവരും ഒരു ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കി. ഒരു ചേച്ചി ചൂലും കെട്ടും കയ്യിൽ പിടിച്ച് തങ്ങളുടെ നേർക്ക് പാഞ്ഞു വരുന്നതാണ് കണ്ടത്. അത് കണ്ടപ്പോൾ അവരുടെ ഉള്ളിലെ ധൈര്യം അകന്നു. പരിഭ്രമം നിഴലിച്ചു. മാളുടി, ഓടിക്കോ, ഞാൻ പിന്നാലെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അശ്വതി മാവിന്റെ ഒടുവിലത്തെ കൊമ്പിൽ നിന്ന് താഴേക്ക് ചാടി ആഘാതത്തിൽ മാവിന്റെ അരികിലായി കൂട്ടിയിരിക്കുന്ന ചുള്ളിക്കമ്പിൽ കാല് തട്ടി അവളൊന്ന് വേച്ചു പോയെങ്കിലും പൊടുന്നതിനെ പിടഞ്ഞെഴുന്നേറ്റ് അവരിരുവരും ക്ലാസ്സിലേക്ക് ഓടിക്കയറി. നടന്നെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നന്ദേട്ടിൽ നിന്നും ശകാരവർഷങ്ങൾ കേൾക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ എല്ലാം കേട്ടുകൊണ്ട് സ്റ്റെയറിംഗിലേക്ക് തലയായിച്ച് ചിരിയടക്കം പാടുവിടുന്ന നന്ദനെ കണ്ടപ്പോൾ അവരുടെ മുഖത്തും പ്രകാശം തെളിഞ്ഞു. ആ ചേച്ചിയുടെ കൈപ്പെടാതിരിക്കാനുള്ള ഓട്ടത്തിനിടയിൽ കാലിലെ വേദനയെന്ന് അപ്പം അറിഞ്ഞതേയില്ല. ഇപ്പം എന്തോ വല്ലാതെ വിങ്ങുന്ന പോലെ നനവാർന്ന മിഴികളോടെ പറയുന്ന അശ്വതിയോടായി നന്ദൻ പറഞ്ഞു. ഒരു 5 മിനിറ്റുള്ള നമ്മൾ ഹോസ്പിറ്റലിലെത്തും, താൻ പേടിക്കാതിരിക്കുക. നന്ദൻ കാറൊന്ന് റേസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ ഇട്ടു. ആക്സിലേറ്ററിൽ കാലമർത്തി ഒന്ന് ചീറിക്കൊണ്ട് കാറ് നേരെ മുന്നോട്ട് കുതിച്ചു. അത്രയും നേരം കളിച്ചിരികളോടെ ഇരുന്നിരുന്ന അച്ചുവിൻ്റെ മുഖം കണ്ടപ്പോൾ മാളവികയുടെ മനസ്സൊന്നും നൊന്തു. താൻ കാരണമാണ് അച്ചുവിന് ഇത് സംഭവിച്ചെന്ന അകാരണമായ കുറ്റബോധം അവളെ പിടിമുറുക്കി. ഡോക്ടറെ കണ്ടു. വീഴ്ചയുടെ ആഘാതത്തിൽ ചെറുതായിട്ട് ചതവ് പറ്റിയിട്ടുണ്ടെന്നല്ലാതെ പേടിക്കാൻ തരത്തിലുള്ളതൊന്നും തന്നെ ഇല്ല. തന്ന മരുന്നുകൾ കൃത്യമായി കഴിച്ച് 1-2 ദിവസം റെസ്റ്റ് എടുത്താൽ ഷീ വിൽ ബി ഓൾ റൈറ്റ് എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ അച്ചുവിൻ്റെ മുഖം തെളിഞ്ഞു തന്നെ. അച്ചുവിനെ വീട്ടിലേക്കാക്കി അവരിരുവരും കാറിലേക്ക് കയറി. തിരിച്ച് വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ഓർമ്മകളെപ്പോലെ പുറകിലേക്ക് മാഞ്ഞു പോകുന്ന വഴിയോര കാഴ്ചകളിലേക്ക് മിഴി നട്ടിരിക്കുന്ന മാളവികയെ എത്ര ശ്രമിച്ചിട്ടും നന്ദനെ നോക്കാതിരിക്കാൻ കഴിഞ്ഞതേയില്ല. മനസ്സിന്റെ പിടിവള്ളി അവനിൽ നിന്നും കൈവിട്ടു പോകുന്ന പോലെ തോന്നി നന്ദന്. കാറ്റിന്റെ വശ്യതയിൽ മുഖത്തേക്ക് പാറി വീഴുന്ന മുടിയിഴകളെ ചെവിക്ക് പിന്നിലേക്ക് കോതി ഒതുക്കിക്കൊണ്ട് മനമറിഞ്ഞ ചിരിയാലെ
മാളവിക നന്ദനോട് പറഞ്ഞു. താങ്ക്സ് നന്ദേട്ടാ. തെറ്റാണ് ചെയ്തെന്നറിഞ്ഞിട്ടും അത് ചൊല്ലി ഞങ്ങൾ കുറ്റപ്പെടുത്താതിരുന്നതിന്, വഴക്ക് പറയാതിരുന്നതിന്, എല്ലാവരും കളിയായി കണ്ടുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്നതിന് എല്ലാത്തിനും ഒരുപാട് നന്ദി. ഒരപരിചിതനോടെന്ന പോലെ താൻ എന്നോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് എന്നെ ഒരു അന്യനാക്കി കളയലേ മാളൂ. തനിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ സുഹൃത്താണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളേ? പിന്നെ വഴക്ക് പറയാൻ മാത്രമുള്ള തെറ്റൊന്നും നിങ്ങൾ ചെയ്തില്ലല്ലോ. ഇതൊക്കെ ഈ പ്രായത്തിൽ എല്ലാവരും ചെയ്യുന്നൊരു കുസൃതിയായിട്ട് ഞാനും കരുതിയിട്ടുള്ളൂ. വാക്കുകൾ കൊണ്ട് തന്നെ നോവിപ്പിക്കാതെ മൃദുലമായി പറയുന്ന അവനെ നോക്കിക്കൊണ്ട് കണ്ണിൽ നിന്ന് ഓടിമറയുന്ന പുറംകാഴ്ചകളിലേക്ക് അവൾ മിഴികൾ പാകി. ദുഃഖത്തിന്റെ മൂടുപടം മുഖത്താൻ ആവരണമാവാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടും പുറത്തെ എല്ലാവരെയും പോലെ താനും സന്തോഷവതിയാണെന്ന് ചുറ്റുമുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള തത്രപ്പാടുകൾക്കിടയിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പ്രിയപ്പെട്ടതെന്തോ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് ആരോ വന്ന് പറയുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു നന്ദി വാക്കിൻ്റെ പോലും അകമ്പടിയില്ലാതെ നന്ദനോട് യാത്ര പറഞ്ഞ് അവൾ വീട്ടിലേക്ക് നടന്നു. മാളുവിനെ വീട്ടിലേക്കാക്കി തിരിച്ചു പോകുമ്പോഴായിരുന്നു ജാനകി നന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പുറത്ത് നിന്നും പറയുന്ന വാക്കുകൾ കേട്ട് ഒരു നിമിഷം ഒന്ന് പകച്ചു പോയെങ്കിലും മറുപടിയായി എല്ലാം ഒരു മോളിൽ ഒതുക്കി. വണ്ടി നേരെ ചിറ്റയെടുത്ത് അറുവാണ്ട് ഗേറ്റ് കടന്ന് ഉമ്മറത്തേക്ക് വന്ന് നിന്നു. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കേട്ടിരുന്നു കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അമ്മയിൽ നിന്ന് ഉയർന്നു വരുന്ന കുറ്റപ്പെടുത്തലുകളും ശാപവാക്കുകളും. അമ്മയുടെ പ്രതീക്ഷകളും കണക്കൂട്ടലുകളും എല്ലാം തച്ചുടച്ചുകൊണ്ട് ഉണ്ണി വേറെ ഒരു പെൺകുട്ടിയെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നതിൻ്റെ ദേഷ്യവും അമർഷവും അത് അമ്മയുടെ മുഖത്ത് നല്ലവണ്ണം തെളിഞ്ഞ് കാണുന്നുമുണ്ട്. അവനൊരു കുട്ടിയെ ഇഷ്ടമാണെന്ന് മുമ്പൊരിക്കെ ഒരു സായാഹ്ന സംഭാഷണത്തിനിടെ പറഞ്ഞിരുന്നു. ഹൈസ്കൂൾ മുതൽ ഒന്നിച്ച് പഠിച്ചതാണത്രേ. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും കൂടാതെ അവൻ ആ കുട്ടിയെ വിളിച്ച് കൊണ്ടുവരുന്നത് ഞാനും കരുതിയില്ല. തനിക്ക് വേണ്ടി, തൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് അവനിതിപ്പോൾ ചെയ്തതെങ്കിൽ അവനിതായിരുന്നില്ല ശരിയായ മാർഗം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു അച്ഛനെയും അമ്മയെയും നിന്റെ ഇഷ്ടത്തിന് വേണ്ടി കൂട്ടുനിൽക്കാൻ. പക്ഷെ അതിനുള്ള സാവകാശം പോലും തരാതെ ആരോരുമില്ലാത്തൊരു അനാഥനെ പോലെ അവനോടൊപ്പമുള്ള ഒരുപാട് മോഹങ്ങളുമായി അമ്മയുടെ കയ്യിൽ നിലവിളക്കേറ്റ് വാങ്ങി ഏതൊരു പെൺകുട്ടിയെയും പോലെ വലതുകാൽ വെച്ച് ഭർത്താവിൻ്റെ വീടിൻ്റെ പടി കയറാൻ ആഗ്രഹിക്കുന്ന ആ കുട്ടിയുടെ കയ്യും പിടിച്ച് പ്രതീക്ഷകളോടെ അമ്മയുടെ അനുകമ്പയാർന്ന ഒരു വിളിക്ക് കാതോർത്തുകൊണ്ട് നിൽക്കുന്ന അവരെ കണ്ടപ്പോൾ നന്ദൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. നന്ദനെ കണ്ടപാടെ അമ്മ അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, മോനെ നന്ദ, ഇവൻ നമ്മളെ ചതിച്ചിടാ മോനെ. ഇവൻ ഇങ്ങനെ ഒരു മോഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവനത് എന്നോട് നേരത്തെ തുറന്നു പറയായിരുന്നില്ലേ? ഞാൻ മാളുവിനെ കണ്ട് സംസാരിച്ച കാര്യം ഇവനോട് പറഞ്ഞപ്പോഴെങ്കിലും അതൊന്നും ചെയ്യാതെ എല്ലാവരോടും ദേഷ്യം കാണിച്ച് മിണ്ടാ നടന്നു. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എവിടെ കിടക്കുന്ന ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ അവരെ രണ്ടു കൈ നേടി സ്വീകരിക്കണം എന്നാണോ? എനിക്കതിന് കഴിയില്ല. ഒന്ന് നിർത്തി അമ്മ ഉണ്ണിയുടെ നേർക്ക് തിരിഞ്ഞു. ഉണ്ണി, എന്നിൽ നിന്ന് ഒരു ദയ നീ പ്രതീക്ഷിക്കേണ്ട. എന്റെ വാക്കു ധിക്കരിച്ചുകൊണ്ട് അവിടെ കൈയും പിടിച്ച് ഇങ്ങോട്ട് വരാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? ഞാനിനി ലക്ഷ്മിയോട് എന്ത് പറയും? പ്രതീക്ഷയുടെ തിരുനാളം തെളിയിച്ചു കൊടുത്ത മാളൂട്ടിയെ എന്ത് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കും? മാളൂട്ടിയെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്ക് ഇവിടെ നിലവിൾക്ക് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ കഴിയും തോന്നുന്നുണ്ടോ നിനക്ക്? ധാരധാരയായി കൺതടത്തിൽ കൂടെ ഒഴുകി വരുന്ന കണ്ണുനീർ സാരി തുമ്പാൽ തുടച്ചുകൊണ്ട് ജാനകി ഇറയത്തേക്ക് നടന്നു. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് 1000 തവണ ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ എന്നെ നിർബന്ധിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന്. എന്നിട്ട് നിങ്ങളാരെങ്കിലും ഒന്ന് കേട്ടോ? എന്നിട്ടിപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുവാണോ? ഞാൻ ഐശ്വര്യം വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നെ മനസ്സിലാക്കി അമ്മ ഞങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്നെയെന്നല്ല ആരെയും ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന്. എന്തെങ്കിലും ഒരു ദിവസം അമ്മയ്ക്കെല്ലാം മനസ്സിലാവും. അതുവരെ ഞങ്ങൾ കാത്തിരുന്നോളാം. അതും പറഞ്ഞ് ഉണ്ണി നേരെ നന്ദൻ്റെ അടുത്തേക്ക് നിന്ന് അവനെ കെട്ടിപ്പിടിച്ചു. പോട്ടെടാ നന്ദ. എടാ നീ ഒരു വാക്കെങ്കിലും മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നടത്തി തരുമായിരുന്നില്ലടാ. ഇതിപ്പോൾ എനിക്കറിയാടാ നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. പക്ഷെ അമ്മയെ ധിക്കരിച്ചിറങ്ങി എൻ്റെ കൂടെ നീയും കൂടെ ഉണ്ടെന്നറിഞ്ഞാൽ അമ്മക്ക് വലിയ സങ്കടം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാതിരുന്നത്. പിന്നെ നമ്മുടെ അമ്മയിലടാ, നമുക്കറിയില്ല ആ മനസ്സ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ദേഷ്യമൊക്കെ മാറി അമ്മ തന്നെ ഞങ്ങൾ തിരിച്ചു വിളിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും കുറച്ച് ദിവസം നീ ഇവിടുന്ന് മാറിക്കുന്ന ഓർക്കുമ്പോൾ ഒരു വീക്കാന്ന് വെച്ചെന്നാലുണ്ടല്ലോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൻ്റെ ഒരു സെൻറ്റടി ഉണ്ടല്ലേ. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞല്ലേ മാളുവിനോട് നിന്റെ ഇഷ്ടം ഇങ്ങനെ മനസ്സിലിട്ട് കൊണ്ടുനടക്കാൻ ഉള്ളിലുള്ള അങ്ങ് തുറന്നു പറയാൻ. അതൊന്നും ചെയ്യാതെ എന്നെ വെറുതെ വലിച്ച് ഇടയിലിട്ടോണ്ടല്ലേ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അമ്മ തെറ്റിദ്ധരിച്ച്. അമ്മയുടെ വിചാരം ഇപ്പോഴും അവിടെ പഠിപ്പിന് മറ്റുമായിട്ട് ഞാൻ അമ്മ ഏൽപ്പിക്കുന്ന പൈസ എല്ലാം എൻ്റെയാന്നാ. അമ്മക്കറിയില്ലല്ലോ അതെല്ലാം അമ്മയുടെ ഈ വാത്സല്യ പുത്രൻ്റെയാന്ന്. അതും പോരാഞ്ഞ് മാളുവിന് എന്നോട് മുടിഞ്ഞ പ്രേമം, അതിനുള്ളത് ഞാനന്ന് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തോ ഇപ്പം തോന്നുന്നു അവളോട് പറഞ്ഞെല്ലാം കുറച്ച് കൂടിപ്പോയി, തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ. സാറില്ല, അതിന് പകരമായിട്ട് നിങ്ങൾ രണ്ടാളെയും ഒന്നിച്ച് കാണുന്നെന്ന് ഒരു ക്ഷമാപണം പറഞ്ഞേക്കാം അല്ലേടാ? ഉണ്ണി അമ്മ കേൾക്കാതെ നന്ദനോട് പറഞ്ഞുകൊണ്ട് പോർച്ചിൽ നിന്ന് തൻ്റെ ബുള്ളറ്റിലേക്ക് കയറി. പിന്നെ എന്തോ ഓർത്ത പോലെ നന്ദന് നേർക്ക് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ മാളുവിൻ്റെ കാര്യത്തിൽ നീ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തീരുമാനം എടുക്കണം. നീ ഇങ്ങനെ പറയാൻ നീട്ടിക്കൊണ്ടു പോയതുകൊണ്ടാ കാര്യങ്ങൾ ഇത്രയും കൈവിട്ടു പോയത്. ഇനി അത് പറ്റില്ല കേട്ടല്ലോ.
ഇനി നീ വിളിക്കുമ്പോൾ നീയും മാളുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചൊന്നായിരിക്കണം ഞാൻ അറിയേണ്ടത്. അത്രയും പറഞ്ഞ ഉണ്ണി ഐശുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി. കുഞ്ഞുനാൾ മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മുഖം ഇന്ന് മറ്റൊരാളുടെ സ്വന്തമായി ഓർക്കുമ്പോൾ മാളവിക താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. ഇത്രയും നാളും സ്വാർത്ഥമാണെങ്കിലും നേരിയൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ഒരിക്കൽ തന്നെ മനസ്സിലാക്കും, ഇഷ്ടപ്പെടുമെന്നൊക്കെ. പക്ഷെ ഇപ്പോൾ തോന്നുന്നു അതൊക്കെ എൻ്റെ മൂഢമായ വെറും മോഹങ്ങൾ മാത്രമായിരുന്നെന്ന്. ഒരു പളുങ്കുപാത്രം പോലെ ആരെയും അറിയിക്കാതെ ആർക്ക് വേണ്ടിയാണോ ഞാൻ എൻ്റെ പ്രണയം ഇത്രയും കാത്തു സൂക്ഷിച്ചത്, അവൻ തന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ഇനി ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്? അവളുടെ മനസ്സ് സ്വയം അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കൃഷ്ണ, ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു ദിനം പോലും മുടങ്ങാൻ നിനക്ക് വേണ്ടി വെണ്ണയും തിരിയും തെളിയിച്ചവളല്ലേ ഞാൻ. അന്ന് മുതൽ നിന്നോട് ഞാൻ ഒന്ന് മാത്രമല്ലേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, എൻ്റെ ഉണ്ണിയേട്ടനെ മറ്റാർക്കും കൊടുക്കാതെ എനിക്ക് തന്നെ തന്നേക്കണേന്ന്. എന്നിട്ട് നീ എന്നോട് എന്തിനീ ക്രൂരത കാണിച്ചു? എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. ഉണ്ണിയേട്ടൻ കൂടെയില്ലാത്ത ഈ ജീവിതം എനിക്ക് മാത്രമായിട്ട് എന്തിനാണ് ഇനി? നീ തന്ന ജീവൻ നീ തന്നെ എന്നിൽ നിന്ന് എടുത്തുകൊള്ളും, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ഏങ്ങലടികളുടെ സ്വരം ആ മുറിയിലാകെ ഉയർന്നുയർന്നു വന്നു. കൂട്ടത്തിൽ പല പല ചിന്തകളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരുന്നു. ഇപ്പം മാളവികയുടെ മനസ്സിൽ അവൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മയുടെയോ അവളെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ജാനിയമ്മയുടെ മുഖമോ ഇല്ല. മറിച്ച് പ്രണയം നഷ്ടപ്പെട്ട നിസ്സഹായായ ഒരു പെൺകുട്ടിയുടെ മുഖം മാത്രം, തൻ്റെ മുഖം. ഒരു തളർച്ചയോടെ അവൾ ചുമരിലേക്ക് ഊർന്നിരുന്നു. കാൽ രണ്ടും കൂട്ടിവെച്ച് മുട്ടിലേക്ക് തലചായ്ച്ചവൾ ഏങ്ങി ഏങ്ങി കരഞ്ഞു. പൊടുന്നനെ മനസ്സിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൾ തൻ്റെ കരഞ്ഞു വിങ്ങിയ മിഴികൾ മെല്ലെ ചിമ്മി തുറന്നുകൊണ്ട് ബെഡിൽ കയ്യൂന്നി. അവൾ മെല്ലെ എഴുന്നേറ്റ് വാർഡ്രോബിൻ്റെ അടുത്തേക്ക് നടന്നു. കുറച്ചേരം വാനിറ്റി മിററിലൂടെ തൻ്റെ രൂപത്തെ തന്നെ നോക്കി കാണുകയായിരുന്നു. കരഞ്ഞു വീർത്ത കൺപോളകൾ, കരിമഷി കലങ്ങിയ വെള്ളാരം കണ്ണുകൾ, അഴിഞ്ഞുലഞ്ഞ മുടിയിഴകൾ. അവൾ തന്നിൽ പ്രകടമായ മാറ്റത്തെ കുറച്ചു നേരം ഉറ്റുനോക്കി നിന്നു. പിന്നീട് വാർഡ്രോബ് തുറന്ന് അതിൽ നിന്നും താൻ തിരഞ്ഞുകൊണ്ടിരുന്ന കയ്യിലേക്കെടുത്തു. ഒന്നും അടിച്ചെങ്കിലും ധൈര്യം വീണ്ടെടുത്ത് അവൾ ആ നെയിൽ കട്ടർ തൻ്റെ കൈത്തണ്ടയിലേക്ക് വെച്ച്, മായമോളെ, നീ മാളൂട്ടിയുടെ അടുത്തേക്കൊന്ന് ചെന്ന് നോക്കിയേ. എനിക്ക് എൻ്റെ കുട്ടിയുടെ സങ്കടം കാണാൻ വയ്യ. ആരോട് പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുടെ മനസ്സ്. കുറേ ആഗ്രഹിച്ചതാ എൻ്റെ കുട്ടി. അതറിയാവുന്നതുകൊണ്ടാണ് ജാനകിയുടെ മനസ്സിലെ മോഹം പറഞ്ഞപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചതും. എന്നിട്ടിപ്പോൾ എൻ്റെ കുട്ടിയുടെ കണ്ണീര് കാണാനാണല്ലോ വിധി എൻ്റെ ഈശ്വര. ലക്ഷ്മി തൻ്റെ സാരി തലപ്പുകൊണ്ട് കണ്ണുനീർ ഒപ്പിക്കൊണ്ട് മായയോട് പറഞ്ഞു. എന്താ ചിറ്റയത്? മാളൂട്ടിയെ സമാധാനിപ്പിക്കേണ്ട ചിറ്റയോട് ഇങ്ങനെ തുടങ്ങിയാലോ? മാളൂട്ടി ഇത് കണ്ടുവന്നാൽ അവൾക്ക് സങ്കടം കൂടത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ കണ്ണൊക്കെ ഒന്ന് തുടച്ചേ, ഞാൻ പോയി അവളെ നോക്കിയിട്ട് വരാം. മായ ലക്ഷ്മിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മാളുവിൻ്റെ മുറിക്കടുത്തേക്ക് നടന്നു. മായ ചെന്ന് വാതിൽ കുറേയേറെ തട്ടി വിളിച്ചെങ്കിലും മാളവികയിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായതേയില്ല. ചിറ്റേ, ഒന്നിങ്ങ് വന്നേ! മായയുടെ ഉറക്കെയുള്ള വിളി കേട്ടുകൊണ്ടാണ് ലക്ഷ്മി അങ്ങോട്ട് ചെല്ലുന്നത്. മായയുടെ വെപ്രാളവും പരിഭ്രമവും കണ്ടപ്പോൾ തന്നെ ആ അമ്മയുടെ ഉള്ളൊന്ന് കാളി. മാളൂട്ടി, വാതിൽ തുറക്കുമോളെ. എന്റെ ഈശ്വര, നീ ഇതൊന്നും കാണാൻ വയ്യല്ലോ. അമ്മയുടെ പൊന്നല്ലേ, വാതിൽ തുറക്കുമോളെ. മകളെ ഓർത്ത് മനം നൊന്ന അമ്മയുടെ മനസ്സിന്റെ ശക്തി നഷ്ടപ്പെട്ട് നിലത്തേക്ക് വീഴാനാഞ്ഞ ലക്ഷ്മിയെ മായ താങ്ങി പിടിച്ചുകൊണ്ട് അടുത്തിട്ടിരിക്കുന്ന കസേരയിലേക്ക് ഇരുത്തി. മായ വേഗം ഓടിച്ചെന്ന് TV സ്റ്റാൻഡിന്റെ മുകളിൽ വെച്ചിരുന്ന ലക്ഷ്മിയുടെ ഫോൺ എടുത്ത് വിറയാർന്ന കൈകളോടെ നന്ദന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഫോൺ ചെയ്ത നിമിഷങ്ങൾക്കകം തന്നെ നന്ദൻ അവിടേക്ക് എത്തിയിരുന്നു. അവൻ മാളുവിന്റെ മുറിക്കടുത്തേക്ക് ചെന്ന് കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിൽ വാതിൽ തള്ളി തുറന്നു. തന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന തന്റെ മാളുവിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടാവില്ലേ എന്ന് സർവേശ്വരന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ആ മുറിക്കകത്തേക്ക് കയറി. റൂമിലെത്തി അവൻ കാണുന്നു ബെഡിൽ ബോധമറ്റ് കിടക്കുന്ന മാളുവിനെയും അവിടെ കൈത്തണ്ടയിൽ നിലത്തേക്ക് ഇട്ട് വീണ് പടർന്നു കിടക്കുന്ന ചോരത്തുള്ളികളുമാണ്. അത് കണ്ടപ്പോൾ ശങ്കിലേക്ക് കത്തി കുത്തി ഇറക്കുന്ന പോലെയായിരുന്നു നന്ദന് തോന്നിയത്. ഒരു കാറ്റുപോലെ അവളുടെ അടുത്തേക്ക് ചെന്നവൻ അവളെ കോരിയെടുത്തു. തന്റെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞുപോയി. ഇത്രയും നാളും അവൾക്ക് വേണ്ടി മാറ്റിവെച്ച സ്നേഹം മുഴുവനും അവൻ്റെ ആ ചേർത്ത് നിർത്തലിൽ ഉണ്ടായിരുന്നു. അപ്പം അവൻ അവിടെ ആരുണ്ടെന്ന് പോലും ചിന്തിച്ചില്ല. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവനെന്ന് പറയുന്നതാവും വാസ്തവം. ഒരു കുഞ്ഞിനെ പോലെ അവനവളെ തൻ്റെ കയ്യിലേക്ക് ചായച്ച് കിടത്തി. മറുകയ്യാൽ അവനവളുടെ കവിളത്ത് പതിയെ തട്ടി വിളിച്ചു. മാളൂട്ടി, മോളെ, കണ്ണു തുറക്കും മോളെ, നിന്റെ നന്ദേട്ടനെ വിളിക്കുന്നു. മാളൂട്ടി, എന്തിനാ മാളു നീ ഇത് ചെയ്ത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിന്നെ ഇങ്ങനെ കാണാൻ. ഒരു വാക്ക് പോലും പറയാതെ ഞങ്ങളെല്ലാം തനിച്ചാക്കി പോവാണോ നീ? ഇല്ല,
അങ്ങനെ നിന്നെ എങ്ങും വിടില്ല ഞാൻ. എനിക്ക് വേണം നിന്നെ, പൊന്നുപോലെ നോയിക്കൊള്ളാം ഞാൻ. ഒന്ന് കണ്ണു തുറക്കും മാളു, ഒന്ന് കണ്ണു തുറക്ക്. ഒരു ഭ്രാന്തനെ പോലെ അവൻ ഓരോന്ന് അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എത്ര വിളിച്ചിട്ടും അവളിൽ നിന്നൊരനക്കവും കേൾക്കാതായപ്പോൾ നന്ദൻ മാളുവിനെ അവന്റെ കയ്യിലേക്ക് ഓരിയെടുത്തു. പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന തന്റെ കാറിന്റെ അടുത്തേക്ക് അവനപ്പോൾ നടക്കുകയായിരുന്നില്ല, ഓടുകയായിരുന്നു. തന്റെ പ്രാണന്റെ ജീവന്റെ ഒരു തുടിപ്പിനായി അവന് പിന്നാലെ ലക്ഷ്മിയുമായും കാറിലേക്ക് കയറി. കാറ് ചെന്ന് നിന്ന് സിറ്റിയിലെ പ്രശസ്തമായ SKM മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ അത്യാഹിത വിഭാഗത്തിന്റെ മുമ്പിലായിരുന്നു. നന്ദൻ കാറിൽ നിന്നിറങ്ങി ലക്ഷ്മിയുടെ മടിയിലായി തലവെച്ച് കിടന്നിരുന്ന മാളുവിനെ കയ്യിലേക്ക് ഊരിയെടുത്ത് അടുത്തുണ്ടായിരുന്ന സ്ട്രക്ചറിലേക്ക് ഇടത്തി. അപ്പോഴേക്ക് അവിടേക്ക് സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും എല്ലാം എത്തിയിരുന്നു. മാളവികയുടെ കണ്ടീഷൻ മനസ്സിലാക്കിയവർ അവളെ പെട്ടെന്ന് തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. നന്ദന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഇന്റൻസീവ് കെയർ യൂണിറ്റിന് മുമ്പിലെ അവളൊരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിലും ഓരോ സെക്കൻഡുകളും ഓരോ യുഗം പോലെയാണ് അവൻ അനുഭവപ്പെട്ടത്. ഓരോ നിമിഷങ്ങളും അവൻ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളുമേറെ സ്നേഹിക്കുന്ന അവന്റെ മാളുവിന്റെ ആയുസ്സിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ശുഭ്രവസ്ത്രധാരികളായ ഭൂമിയിലെ മാലാഖമാർ ICUവിൽ നിന്നും വെള്ള പുതപ്പിച്ച ഒരു ശരീരം സ്ട്രക്ചറിൽ കിടത്തി പുറത്തേക്ക് കൊണ്ടുവന്നു. നന്ദനും മാളുവിനോടുള്ള അകമഴിഞ്ഞ ഇഷ്ടം കണ്ട് ദൈവങ്ങൾക്ക് പോലും അസൂയ തോന്നിയതുകൊണ്ടാവാം അവന്റെ മുന്നിലേക്ക് വന്നു നിന്നത് വെള്ള പുതപ്പിച്ച മാളവികയുടെ ജീവനറ്റ ശരീരമായിരുന്നു. അവിടെ ആ കിടപ്പ് കണ്ട് ചങ്ക് തകർന്ന് മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ട ഒരു ഭ്രാന്തനെ പോലെ അവനവിടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഈ കണ്ട കാലമത്രയും ആർക്കു വേണ്ടിയാണോ തന്നിലെ പ്രണയം പകുത്തു നൽകാൻ ആഗ്രഹിച്ചത്, അവളൊരു വാക്കുപോലും പറയാതെ തന്നെ തനിച്ചാക്കി. ഞാൻ എത്ര വിളിച്ചാലും കേൾക്കാത്തത്ര ദൂരത്തേക്ക് പോയിരിക്കുന്നു. എനിക്കിനി ആരുണ്ട്? ലക്ഷ്മി അമ്മക്കിനി ആരുണ്ട്? ഒരു നിമിഷത്തെ എടുത്തിയാട്ടം കൊണ്ട് നീ ഞങ്ങളെല്ലാം തനിച്ചാക്കി കളഞ്ഞിരേ മാളൂ. ആ കാഴ്ച കണ്ട് അവിടെ കൂടി നിൽക്കുന്നവർക്ക് പോലും അവനെ ദയയോടെ നോക്കി നിൽക്കാനല്ലാതെ ആശ്വസിപ്പിക്കാൻ പാകത്തിന് ഏത് വാക്കുണ്ടെന്ന് പോലും ഓർത്തെടുക്കാൻ കഴിഞ്ഞതേയില്ല. അവൻ്റെ ആ നിലവിളി ആ ഹോസ്പിറ്റൽ വരാന്ത മുഴുവൻ പ്രതിധ്വനിച്ച്. ചിറ്റയെടുത്ത് തറവാടിൻ്റെ മുന്നിൽ നിന്നാൽ ഇന്നും ആ നിലവിളി കേൾക്കാം. പ്രണയം നഷ്ടപ്പെട്ട് ചിത്തഭ്രമം ബാധിച്ച ഒരുവൻ്റെ മരണം കൊണ്ടൊന്നു മാത്രമേ എന്നിൽ നിന്നും നീ അകന്നു പോയിട്ടുള്ളൂ. മനസ്സുകൊണ്ടെന്നും ഒരു നിഴൽ പോലെ കൂടെയുണ്ടാവുമെന്നും എൻ്റെ മരണം വരെ. റൂമിലെ ചുമരിൽ കോരിയിട്ട അക്ഷരങ്ങളിലേക്ക് അവൻ ഏറെ നേരം നോക്കി നിന്നു. ശേഷം ജനൽപ്പാളികൾക്ക് അടുത്തേക്ക് നടന്നു. അവൻ തന്റെ ബലിഷ്ഠമായ കരങ്ങൾ ആ ജനലടികളിൽ പിടിച്ചുകൊണ്ട് ചുമരിനോട് ചേർന്ന് നിന്നു. പുറത്ത് തെക്കേ തൊടിയിൽ മാളവിക അന്ത്യവിശ്രമം കൊള്ളുന്ന അസ്ഥിത്തറയിലേക്ക് നോക്കി നിന്നുകൊണ്ട് അവിടമാകെ പ്രകമ്പനം കൊള്ളും വിധത്തിൽ അവൻ ഉറക്കെ വിളിച്ചു,